ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് ആണെന്ന് വിചാരിക്കുന്നു. വിംബിൾ അക്കാഡമിയിൽ റെമഡിയേറ്റേഴ്സ് ക്ലബിന്റെ ഭാഗമായിട്ട് നടത്തി വരാറുള്ള പാരന്റിംഗ് വെബിനാർ സീരീസിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയാണ് വിംബിൾ അക്കാഡമിയിൽ ഇത്തരത്തിലുള്ള പാരന്റിംഗ് അവയർനെസ് ക്ലാസ്സുകൾ സംഘടിപ്പിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സെഷനുകൾ എല്ലാവരും പരമാവധി ഈ അവസരങ്ങളൊക്കെ ഉപയോഗിക്കുക. അതുപോലെ തന്നെ പരമാവധി പാരൻസിലേക്ക് ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ ഷെയർ ചെയ്ത് കൊടുക്കുക. സൈക്കോളജിസ്റ്റുകളും ടീച്ചേഴ്സും അതുപോലെ തന്നെ റെമഡിയൽ ട്രെയിനേഴ്സൊക്കെ ആയിരിക്കും ക്ലാസ്സുകൾ ലീഡ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതെല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പാരൻസിലേക്ക്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് വരുന്നത് പാരന്റിംഗ് സ്റ്റൈൽസ് ആൻഡ് ദെയർ ലോങ് ടേം സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ് എന്ന വിഷയമാണ്. സൈക്കോളജിക്കൽ കൗൺസിലറും റെമഡിയൽ ട്രെയിനറും NLP പ്രാക്ടീഷണറുമായിട്ടുള്ള മമത സുനിൽകുമാർ മാമാണ് ഈ ഒരു ക്ലാസ് ലീഡ് ചെയ്യുന്നത്. ഇന്നത്തെ ഒരു സെഷനിലേക്ക് ജോയിൻ ചെയ്ത എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്നു. അതുപോലെ തന്നെ സ്പെഷ്യൽ താങ്ക്സ് മമത മാം. ഇന്നത്തെ ക്ലാസ് എടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആള് ചെറിയൊരു അസൗകര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ക്ലാസ് ഏറ്റെടുത്ത മാമിനെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഈ ഒരു സെഷൻ ലീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാമിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. താങ്ക് യു. താങ്ക് യു സജീല മാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് പാരന്റിംഗ് സ്റ്റൈൽസ് ആൻഡ് ലോങ് ടേം സൈക്കോളജിക്കൽ ഇമ്പാക്ട് എന്ന ടോപ്പിക്കാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. ഈ ടോപ്പിക്ക് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. കാരണം ഈ ഇപ്പോ പാരന്റ് വെബിനാർ സീരീസിൽ തന്നെ നമുക്ക് ആദ്യം ഫസ്റ്റ് എടുക്കേണ്ടിയിരുന്നത് ഈ ഒരു ക്ലാസ് ആയിരുന്നു. ബിക്കോസ് എന്താ പറയാ, പാരന്റിംഗ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് പാരന്റിംഗ് സ്റ്റൈൽസ്. അപ്പൊ നമുക്ക് എങ്ങനെ ഒരു ഇഫക്റ്റീവ് പോസിറ്റീവ് പാരന്റിംഗ് നമുക്ക് എങ്ങനെ കൊണ്ടുപോകാം, അല്ലെങ്കിൽ അത് ഒരു പാരന്റിംഗ് എങ്ങനെയാണ് ഒരു കുട്ടിയുടെ ലോങ് ടേം ആയിട്ടുള്ള സൈക്കോളജിക്കൽ ഇമ്പാക്ട് ആ കുട്ടിക്ക് എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നൊക്കെ ഉള്ളത് നമുക്ക് ഒരു നല്ലൊരു ധാരണ നമുക്ക് ഉണ്ടാവണം ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പം ഈ ടോപ്പിക് അത്രയും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇതിനകത്ത് ഒരുപാട് കീ പോയിന്റ്സ്, പുതിയ ടെർമിനോളജീസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോ നിങ്ങൾ പറ്റുന്നവര് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ചില കീ പോയിന്റ്സ്, ടൈപ്സ്, കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ഫെർദർ ആയിട്ടുള്ള റെഫറൻസിന് അത് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, നോട്ട് ചെയ്യുന്നവര് എന്തെങ്കിലും ഇടയ്ക്ക് ഏതെങ്കിലും പോയിന്റ്സ് ക്ലിയർ ആയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം, ഞാനത് റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഓഡിബിൾ ആണല്ലോ പറയുന്നത്? ഓക്കെ, ക്ലിയർ ആണ്, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഞാൻ ഈ സെഷൻ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, നമ്മൾ അതൊരു ഇൻട്രൊഡക്ഷൻ പറയും. അത് കഴിഞ്ഞിട്ട് നമ്മൾ പാരന്റിംഗ് സ്റ്റൈൽസ് എത്ര ടൈപ്പ് ഉണ്ടെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓരോ പാരന്റിംഗ് സ്റ്റൈൽസിന്റെയും അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നമ്മൾ പറയും. പിന്നെ പാരന്റിംഗ് സ്റ്റൈൽസ്, വേഴ്സ് ആയിട്ടുള്ള പാരന്റിംഗ് സ്റ്റൈൽസ് ഉണ്ട്. അത് എങ്ങനെയാണ് ഒരു സൈക്കോളജിക്കൽ ഡിസോർഡറിലേക്ക് മാറുന്നത്, എന്തൊക്കെ സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് ഫ്യൂച്ചറിൽ ആ കുട്ടിക്ക് ലോങ് ടേമിൽ വരാം എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യും. പിന്നെ നമ്മൾ ലാസ്റ്റ് ആയിട്ട് കൺക്ലൂഷൻ ഏരിയയിൽ നമ്മൾ ഒരു പാരന്റിംഗ് മെത്തേഡിന്റെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ടെക്നിക്സ് എന്തൊക്കെയാണ്, ഒരു എഫക്റ്റീവ് പാരന്റിങ്ങിന് വേണ്ട മെത്തേഡ്സ് എന്നുള്ളതും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കവർ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് എന്താണ് പാരന്റിംഗ് സ്റ്റൈൽ എന്ന് നോക്കാം. പാരന്റിംഗ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാരന്റ് ഒരു കുട്ടിയെ എങ്ങനെ റേസ് ചെയ്യുന്നു എന്നത് മാത്രമല്ല, ഒരു കൺസിസ്റ്റന്റ് പാറ്റേൺ ആണ്. അതൊരു ലോങ് ടേം കൺസിസ്റ്റന്റ് പാറ്റേൺ ആണ്. അതായത് ആ കുട്ടിയുടെ ഇമോഷണൽ എൻവയോൺമെന്റ്, അതുപോലെ തന്നെ ഡിസിപ്ലിൻ, ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ, ഇന്ററാക്ഷൻ, അണ്ടർസ്റ്റാൻഡിങ്, അതുപോലെ തന്നെ ആ കുട്ടി പാരന്റ്സിന്റെ കയ്യിൽ നിന്നും പ്രതീക്ഷിക്കുന്ന എക്സ്പെക്ടേഷൻസ്, അതുപോലെ കുട്ടിയുടെ ഭാഗത്ത് നിന്ന് പാരന്റ്സ് എന്തൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നു, അതെങ്ങനെയാണ് ആ കുട്ടിയെ ഷേപ്പ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഒരുപാട് ടേംസ് വരുന്ന ഒരു അംബ്രല്ല ടേം ആണ് പാരന്റിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അല്ലാതെ ഒരു പാരന്റ് ഒരു കുട്ടി എങ്ങനെ വേണമെങ്കിലും റേസ് ചെയ്യാം, പക്ഷെ അതിനകത്തേക്ക് നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഒരു ഇമോഷണൽ എൻവയോൺമെന്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം, കുട്ടിയെ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ ഡിസിപ്ലിൻ, നമുക്ക് എങ്ങനെ അത് പ്രോപ്പറായിട്ട് നമുക്കത് ചെയ്യാം എന്നുള്ള ഒരു പ്രോസസ് ആണ് പാരന്റിംഗ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് ഒരു കുട്ടി എങ്ങനെയൊക്കെ ഷേപ്പ് ചെയ്യുന്നത്, അയാളുടെ പേഴ്സണാലിറ്റി, ഫസ്റ്റ് ഓഫ് ഓൾ ആ കുട്ടിയുടെ പേഴ്സണാലിറ്റി. സെക്കൻഡ്, ഇമോഷണൽ റെഗുലേഷൻ, ആ കുട്ടിയുടെ ആ ഒരു ഇമോഷണൽ ആയിട്ടുള്ള
റെഗുലേഷൻ, അതിപ്പം ഷോർട്ട് ടേം ലോങ് ടേം ആയിക്കോട്ടെ, അതെങ്ങനെ ആ കുട്ടി ഇമോഷണലി ആ കുട്ടി എങ്ങനെ ഷേപ്പ് ചെയ്യുന്നു എന്നുള്ളത്. പിന്നെ സെൽഫ് എസ്റ്റീം, കോൺഫിഡൻസ്, പിന്നെ ഒരു റിലേഷൻഷിപ്സ് ഒക്കെ ഫ്യൂച്ചറിൽ ഫോം ചെയ്യുന്ന സമയത്ത് ഒരു ഇഫക്റ്റീവ് റിലേഷൻഷിപ്പിനും നമ്മുടെ പാരന്റിങ് ആണ് അതിന്റെ ബേസ് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് പാരന്റിങ് ആണ്. കാരണം ആ കുട്ടി ഫസ്റ്റ് ജനിച്ച് അവിടെ നിന്നാണ് ആ കുട്ടി മുന്നോട്ട് പോകുന്നത്. അപ്പം ആ കുട്ടിയുടെ ഒരു എന്താ പറയാ ഒരു ബേസിക് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഫാമിലിയാണ്, പാരന്റ്സ് ആണ്, കെയർ ഗിവേഴ്സ് ആണ്. അവിടെ നിന്ന് ആ കുട്ടിക്ക് എന്ത് കിട്ടുന്നോ അതാണ് മുന്നോട്ടുള്ള ആ ഒരു വ്യക്തിയുടെ ലൈഫിലെ എല്ലാ കാര്യങ്ങളും എന്താ പറയുക ഡിറ്റർമൈൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ മെന്റൽ ഹെൽത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ഇഫക്റ്റീവ് പാരന്റിങ് ആ കുട്ടിക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ അത് എന്താ പറയാ ലോങ് ടേമിലേക്ക് പോകുന്ന സമയത്ത് ഒരുപാട് സൈക്കോളജിക്കൽ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യാനും അത് മെന്റൽ ഹെൽത്തിനെ ബാധിക്കാനും ചിലപ്പോൾ സിവിയർ ആയിട്ടുള്ള മെന്റൽ സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സിലേക്ക് ലീഡ് ചെയ്യാനും കാരണമാകാം. അപ്പൊ ഇതാണ് നമ്മളിപ്പോ പാരന്റിങ് സ്റ്റൈൽസ് നമുക്ക് ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. ഇനി നമുക്ക് എന്തൊക്കെ ടൈപ്പ് പാരന്റിങ് സ്റ്റൈൽസ് ഉണ്ടെന്ന് പറയാം. ഓക്കെ, നമുക്ക് മെയിൻ ആയിട്ട് 4 ടൈപ്പ് ഓഫ് പാരന്റിങ് സ്റ്റൈൽസ് ആണ് ഉള്ളത്. ഫസ്റ്റ് വൺ അതോറിറ്റേറ്റീവ് പാരന്റിങ്, സെക്കൻഡ് വൺ അതോറിറ്റേറിയൻ പാരന്റിങ്, ആൻഡ് തേർഡ് വൺ പെർമിസീവ് അല്ലെങ്കിൽ ലീനിയന്റ് പാരന്റിങ്, തേർഡ് വൺ നെഗ്ലെക്ട്ഫുൾ അല്ലെങ്കിൽ അൺഇൻവോൾവ് പാരന്റിങ്. ഓക്കെ, അപ്പൊ നമുക്ക് എപ്പോഴും തിരിഞ്ഞു പോകുന്ന ഒരു കാര്യമാണ് അതോറിറ്റേറ്റീവും അതോറിറ്റേറിയനും. രണ്ടും ഭയങ്കര ഡിഫറെന്റ് ആണ്. നമുക്ക് എപ്പോഴും തിരിഞ്ഞു പോകുന്ന 2 ടോപ്പിക്സ് ആണ് അതോറിറ്റേറ്റീവും അതോറിറ്റേറിയനും. സോ നമ്മൾ അത് കറക്റ്റ് ആയിട്ട് എഴുതി അതിന്റെ ഡിഫറൻസ് ആദ്യം മനസ്സിലാക്കുക. നമ്മൾ ഫസ്റ്റ് വൺ പറയാൻ പോകുന്നത് അതോറിറ്റേറ്റീവ് പാരന്റിങ് ആണ്. എന്താണ് അതോറിറ്റേറ്റീവ് പാരന്റിങ് എന്ന് പറഞ്ഞാൽ, ഈ പാരന്റിങ്ങിനെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ബെസ്റ്റ് പാരന്റിങ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഈ ഒരു പാരന്റിങ് ആണ്. അതായത് ഒരു ബാലൻസ്ഡ് ആയിട്ട്, അതായത് ഒരുപാട് സ്ട്രിക്റ്റ് അല്ല എന്നാൽ ഒരുപാട് എന്താ പറയാ ലീനിയന്റും അല്ല. അതായത് നമ്മൾ പ്രോപ്പർ ആയിട്ട് ബാലൻസ്ഡ് ആയിട്ട് നമ്മൾ ആ കുട്ടിയെ ഷെയ്പ്പ് ചെയ്യുന്ന ആ ഒരു പാരന്റിങ് ആണ് അതോറിറ്റേറ്റീവ് എന്ന് പറയുന്നത്. അതായത് ആ പാരന്റ് എങ്ങനെ ആ കുട്ടിയുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യും, അതുപോലെ തന്നെ റൂൾസ് അല്ലെങ്കിൽ എക്സ്പെക്ടേഷൻസ് ഒരു കറക്റ്റ് ഒരു 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 ക്ലിയർ സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് എക്സ്പെക്ടേഷൻസ് ആണ് ആ പാരന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആ കുട്ടിക്ക് ഒരു അഡക്വേറ്റ് സ്പേസ് കൊടുക്കുന്നുണ്ട്. അതായത് ആ കുട്ടിക്ക് സംസാരിക്കാൻ അവസരം കൊടുക്കുക, ഒപ്പീനിയൻ എടുക്കുക, പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ, അണ്ടർസ്റ്റാൻഡിങ്, അതുപോലെ തന്നെ ഒരു ഡിസിഷൻ മേക്കിങ്ങിനായിക്കോട്ടെ, ഒരു ഫാമിലിയിൽ ഒരു ഡിസിഷൻ മേക്കിങ്ങിനായിക്കോട്ടെ ആ ഒരു കുട്ടിയുടെ ആ ഒരു ഒപ്പീനിയൻ കൂടി ഈ പാരന്റ്സ് എടുക്കും. അതുപോലെ തന്നെ എന്താ പറയാ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആദ്യം പാരന്റ് അത് സോൾവ് ചെയ്ത് കൊടുക്കും, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ലിസൺ ചെയ്യും, നന്നായിട്ട് മനസ്സിലാക്കും. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ തന്നെ ആദ്യം ഹെൽപ്പ് ചെയ്യുക പാരന്റ്സ് ആയിരിക്കും. സോ ഏറ്റവും ബെസ്റ്റ് പാരന്റിങ് എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഈ ടൈപ്പ് ഓഫ് കാറ്റഗറിയാണ്. അപ്പം ഇത് മെയിൻലി എന്താ പറയാ ഈ ഒരു ടൈപ്പ് പാരന്റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ വോം പ്ലസ് മോഡറേറ്റ് കൺട്രോൾ ആണ്. അതായത് ഹൈ വോം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു എന്താ പറയാ നമ്മൾ സ്നേഹം നന്നായിട്ട് കൊടുക്കുന്നുണ്ട്, നമ്മൾ നന്നായിട്ട് അവരെ കെയർ ചെയ്യുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്, അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്, ലിസൺ ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ മോഡറേറ്റ് കൺട്രോൾ ആണ് വെക്കുക. അതായത് അവർ ഒരുപാട് നമ്മൾ കൺട്രോൾ ചെയ്യുന്നില്ല, ഒരുപാട് സ്ട്രിക്റ്റ് നമ്മൾ കാണിക്കുന്നില്ല, അല്ലെങ്കിൽ അത് ചെയ്യരുത് ഇത് ചെയ്യരുത്, അല്ലെങ്കിൽ ഓരോ കാര്യത്തിലും നമ്മൾ ഫ്രീഡം വെക്കുക, ഒരു റൂൾ വെക്കുക, ഒരു ബൗണ്ടറി വെക്കുക, അങ്ങനെയൊന്നുമില്ല. എന്നാൽ അത്യാവശ്യം കാര്യങ്ങളിലൊക്കെ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഫോളോ അപ്പ് ആണ് ഇവർക്ക് കൊടുക്കുക. അപ്പം അങ്ങനെ വരുമ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവർ ആദ്യം വന്ന് പറയാ പാരന്റ്സിനോട് തന്നെ ആയിരിക്കും. അവർക്കൊരു തേർഡ് പാർട്ടിയുടെ ആവശ്യമില്ല. ഈ ഒരു പാരന്റിങ്ങിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് തന്നെ എന്താ പറയാ അവർക്കൊരു ഇൻഡിപെൻഡൻസ് അവർക്ക് എൻകറേജ് ചെയ്ത് കൊടുക്കുകയാണ്. കാരണം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അവർക്ക് സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ പാരന്റ്സ് തന്നെയാണ് അവർക്ക് ആദ്യമേ കൊടുക്കുന്നത്. സോ ഫ്യൂച്ചറിൽ അങ്ങനെ ഒരു ഡിപ്പെൻഡൻസി ഈ കുട്ടികൾക്ക് വരില്ല. സോ ആ രീതിയിലാണ് നമുക്ക് എന്താണ് ഈ ഒരു ടൈപ്പ് വരുന്നത്. അപ്പൊ നമുക്കിതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ആണ്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തും പറയാനുള്ള ആ ഒരു സ്പേസ് രണ്ടു പേർക്കും കിട്ടുന്നുണ്ട് എന്നതാണ്. കുട്ടിക്കും എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് വീട്ടിൽ വന്ന് പറയാനും, അതുപോലെ തന്നെ പാരന്റ്സും തിരിച്ച് അതുപോലെ തന്നെയാണ് കുട്ടികളോട്. അതുപോലെ തന്നെ എന്താ പറയാ ഒരു ഡിസിഷൻ മേക്കിങ്ങിന്റെ ഒരു കാര്യം വന്നാൽ പോലും ഫാമിലിയിൽ കുട്ടികളുടെ ഒപ്പീനിയൻ കൂടി ഇവരെടുക്കാറുണ്ട്. പല സ്ഥലങ്ങളിലും ഇപ്പൊ എന്താണ് കുട്ടികളല്ലേ, അവരുടെ ഒപ്പീനിയൻ നമുക്കിപ്പോ കിട്ടിയിട്ട് എന്തിനാ, അല്ലെങ്കിൽ അവരെന്താ ഇപ്പൊ പറയാ എന്നുള്ളൊരു ഇതാണ്. അവരോട് പല കാര്യങ്ങളും ചോദിക്കാറില്ല. പക്ഷെ ഇവര് എന്താ നിന്റെ അഭിപ്രായം, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു സിനാരിയോ വന്നു കഴിഞ്ഞാൽ അവരുടെ ഒരു ഒപ്പീനിയൻ കൂടി പാരന്റ്സ് എടുക്കാറുണ്ട്. ആ ഒരു ഇമ്പോർട്ടൻസ് അവർ കുട്ടികൾക്ക് കൊടുക്കാറുണ്ട് എന്നുള്ളതാണ് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവര്
ഇങ്ങനെയുള്ള റേസ് ആയ കുട്ടികളാണ് ഫ്യൂച്ചറിൽ ഒരു ലോങ് ടേമിൽ വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് കാണിക്കുന്നത് ഈ കാറ്റഗറിയിൽ റേസ് ആയ കുട്ടികളായിരിക്കും. അതുപോലെ തന്നെ ഇനി ഇതിന്റെ മെയിൻ അഡ്വാൻറ്റേജസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹൈ ലെവൽ ഓഫ് ഓവറോൾ വെൽബീയിങ് ആണ്. അതായത് എന്താ പറയുക, ഫ്യൂച്ചറിലായിക്കോട്ടെ പ്രസന്റിലായിക്കോട്ടെ ഒരു തരത്തിലുള്ള മെന്റൽ സ്ട്രഗിളോ പ്രഷറോ ഫാമിലിയിൽ നിന്ന് അവർക്ക് കിട്ടാത്തത് കൊണ്ട് തന്നെ ഫ്യൂച്ചറിലുള്ള പല പ്രശ്നങ്ങളും അവർക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഡീൽ ചെയ്യാനും അതുപോലെ തന്നെ അവർക്കൊരു ഒരു വെൽബീങ് ഫ്യൂച്ചറിലേക്ക് പോകുന്ന സമയത്ത് അവരുടെ ലൈഫ് ആയിക്കോട്ടെ അല്ലെങ്കിൽ അവരുടെ മെന്റൽ ഹെൽത്ത് ആയിക്കോട്ടെ ഒരു 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 ഹൈ ലെവൽ ഓഫ് എന്താ പറയാ ഒരു സക്സസ് റേഷ്യോ നമുക്ക് കാണിക്കാറുണ്ട് പൊതുവെ. പിന്നെ ഇവർ എപ്പോഴും റിലേഷൻഷിപ്പ് ചൂസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും സെക്യൂർഡ് ആയിട്ടുള്ള അറ്റാച്ച്ഡ് റിലേഷൻഷിപ്പുകൾ നോക്കത്തുള്ളൂ. അതായത് ഇവർക്ക് വീട്ടിൽ നിന്ന് കൊടുത്തിട്ടുള്ള ആ ഒരു എന്താ പറയാ ആ ഒരു പാരന്റിങ്ങിന്റെ ആ ഒരു ബെനിഫിറ്റ് കൊണ്ട് ഫ്യൂച്ചറിൽ അവർ അൺസെക്യൂർഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലേക്കൊന്നും പോയില്ല. വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും മെച്യൂർഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പുകളായിരിക്കും ഇവർ ഫ്യൂച്ചറിൽ ഫോം ചെയ്യുക. കാരണം അത്രയും മെച്യൂരിറ്റി അവർക്ക് അവരുടെ ചെറുപ്പത്തിൽ കിട്ടിയിട്ടുണ്ട്. സോ ആ ഒരു കാര്യത്തിൽ അവർ ഭയങ്കര ഹൈ ലെവൽ ഓഫ് എന്താ പറയാ ഒരു മെച്യൂരിറ്റി അവർ കാണിക്കും. അതുപോലെ തന്നെ ഈ കുട്ടികൾ പിയർ ഗ്രൂപ്പ് ആയിട്ട് അല്ലെങ്കിൽ എൻവയോൺമെന്റ് ആയിട്ട് വളരെയധികം ഫ്രണ്ട്ലിയും അല്ലെങ്കിൽ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നതിൽ വളരെയധികം എന്താ പറയാ ആ ഒരു ഫ്രണ്ട്ലി ബിഹേവിയർ വെക്കുന്ന കുട്ടികളായിരിക്കും. ഇനി ഈ ഒരു പാരന്റിങ്ങിന് ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ഇപ്പൊ നമ്മൾ ഇതൊരു ബെസ്റ്റ് പാരന്റിങ് ആണ്, എന്നാലും ഏതൊരു കാര്യത്തിനും അതിൻ്റെതായ അഡ്വാൻറ്റേജും ഉണ്ട് ഡിസഡ്വാൻറ്റേജും ഉണ്ട്. ഇതിന്റെ ഈ ഒരു പാരന്റിങ്ങിന്റെ രണ്ട് ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ടൈം കൺസ്യൂമിങ് ആണ്. അതായത് ഇങ്ങനെ ഒരു കുട്ടിയെ നമ്മൾ റേസ് ചെയ്യുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് സമയമാണ് വേണ്ടത്. കാരണം ഇന്നത്തെ ഈ ഒരു ടൈമിൽ എന്ന് പറയുമ്പോഴത്തേനും ഇപ്പം അമ്മയും അച്ഛനും രണ്ടുപേരും നല്ല തിരക്കാണ്, ജോബാണ് എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പല സമയങ്ങളിലും കുട്ടിക്ക് കൂടുതലായിട്ടൊരു അറ്റൻഷൻ കൊടുക്കാനായിട്ട് പറ്റാറില്ല. അപ്പോ രണ്ട് പാരന്റ്സും എന്താണ് ഇമോഷണലി മെച്യൂർ ആണ്, അല്ലെങ്കിൽ രണ്ടുപേരും ഒരേ സമയം ഇമോഷണലി മെച്യൂർ ആയിട്ടുള്ള പാരന്റ്സ് ആണെങ്കിൽ മാത്രമാണ് ഈ ഒരു പാരന്റിങ് വർക്ക് ആവുള്ളൂ. അത് അത്ര റിയൽ ലൈഫിൽ അത്ര ഈസി അല്ല. നമ്മൾ തിയറിറ്റിക്കലി ഇങ്ങനെ പറയുമ്പോൾ നമുക്കത് ഈസി ആയിട്ട് തോന്നുമെങ്കിലും നമ്മളത് റിയൽ സിനാരിയോയിൽ നമ്മൾ അത് ഫേസ് ചെയ്ത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് അത്ര ഈസി ടാസ്ക് ആവണം എന്നില്ല. ഇതിന് ഒരുപാട് സമയം വേണം. ലൈക്ക് ഇപ്പോൾ ചെറുപ്പം മുതൽ ഒരു പെർട്ടിക്കുലർ ഏജ്, ഒരു 18 ആ ഒരു ഏജ് എത്തുന്നതൊക്കെ വരെ തന്നെ നമ്മൾ അവരുടെ എല്ലാ കാര്യങ്ങളും മോണിറ്റർ ചെയ്ത് അല്ലെങ്കിൽ അവരുടെ കൂടെ നിന്ന് അവരുടെ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്ത് ഇതിനൊക്കെ നമുക്ക് ഒരുപാട് ടൈം വേണം. ആ കുട്ടിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാനായിട്ട് ഒരു പ്ലെന്റി ഓഫ് ടൈം വേണം. അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരുപാട് ഫാക്ടേഴ്സ് ഇതിൽ വരുന്നുണ്ട്. എന്നാൽ അതൊക്കെ ആ ഒരു ടൈമൊക്കെ കണ്ടെത്തി കുട്ടികൾക്ക് വേണ്ടി ഇരിക്കുന്ന പാരന്റ്സും ഉണ്ട്. പക്ഷെ ഇതെന്ന് പറയുമ്പോഴത്തേനും എന്താണ് പറയുന്നത്, രണ്ട് പാരന്റ്സും അത്രയധികം ലെവലിൽ ഇമോഷണലി മെച്യൂർ ആയിരിക്കണം. ലൈക്ക് ഒരു പാരന്റ് മാത്രമായാലും പ്രശ്നമാണ്. കാരണം കുട്ടിക്ക് ആ ഒരു ഷിഫ്റ്റ് വരും. ലൈക്ക് ഒരു പാരന്റ് അങ്ങനെയല്ല, ഒരു പാരന്റ് ഇപ്പൊ എല്ലാ കാര്യങ്ങളും ഏറ്റവും കൂടുതൽ ഫേവറബിൾ ആയിട്ടുള്ള പാരന്റിനോട് മാത്രം പറയുന്ന ആ ഒരു സിനാരിയോ വരും. രണ്ടുപേരും അത്രയും ഇമോഷണലി കണക്റ്റഡ് ആയാൽ മാത്രമാണ് ഈ ഒരു പാരന്റിങ് വർക്ക് ആവുള്ളൂ. സോ ഇതാണ് എന്താണ് അതോറിറ്റേറ്റീവ് പാരന്റിങ്ങിനെ പറ്റിയിട്ട് നമുക്ക് ബേസിക് ആയിട്ട് വരുന്ന ഒരു ഐഡിയ എന്ന് പറയുന്നത്. ഈ ഒരു ടൈപ്പ് മനസ്സിലായോ? ചാറ്റ് ബോക്സിൽ റെസ്പോൺസ് ഇട്ടാലും മതി കേട്ടോ. ക്ലിയർ ആണോ നിങ്ങൾക്ക്? അടുത്ത പറയട്ടെ. ഓക്കെ, അടുത്ത ടൈപ്പ് പറയാം. അതോറിറ്റേറിയൻ പാരന്റിങ്. ഓക്കെ, അതോറിറ്റേറിയൻ പാരന്റിങ് എന്ന് പറഞ്ഞാൽ ഇത് കംപ്ലീറ്റ്ലി പാരന്റ് ഡ്രിവൺ ആണ്. അതായത് ഇവിടെ എല്ലാ കാര്യവും കൺട്രോൾ ചെയ്യുന്നത് പാരന്റ്സ് ആണ്. ഇവിടെ കുട്ടിക്ക് റോളൊന്നുമില്ല. അതായത് ഇതാണ് ഏറ്റവും വേഴ്സ് ആയിട്ടുള്ള പാരന്റിങ്. ഇത് കേട്ട രണ്ടും ഒരുപോലെ ഇരിക്കുമെങ്കിലും മറ്റത് ബെസ്റ്റും ഇത് വേഴ്സും ആണ്. അതോറിറ്റേറിയൻ പാരന്റിങ് കംപ്ലീറ്റ്ലി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ കെയർ അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് ആയിക്കോട്ടെ, ലവ് ആയിക്കോട്ടെ, ലിസണിങ് ആയിക്കോട്ടെ, അതൊക്കെ ഭയങ്കര പുവറാണ്. ഇവര് കുട്ടികളുടെ മേലെ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യും. സ്ട്രിക്ട് പാരന്റിങ് എന്നൊക്കെ പറയാം. ഇത് കംപ്ലീറ്റ്ലി പാരന്റ് ഡ്രിവൺ ആണ്. എല്ലാ കാര്യങ്ങളും പാരന്റ്സ് തീരുമാനിക്കും, അതുപോലെ കുട്ടി അനുസരിക്കുക, ബാക്കി കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള ഒരു ടൈപ്പ് ഓഫ് പാരന്റിങ് ആണ് അതോറിറ്റേറിയൻ. പാരന്റ്സ് ഇവർക്ക് സ്ട്രിക്റ്റ് റൂൾസ് അല്ലെങ്കിൽ എക്സ്പെക്ടേഷൻസ്, ഒബീഡിയൻസ് ഇതൊക്കെ എംഫസൈസ് ചെയ്ത് ഫോഴ്സ് ചെയ്ത് കൊടുക്കും.
കാരണം ഒബീഡിയന്റ് അല്ലെന്നുണ്ടെങ്കിൽ ഇവർ പണിഷ്മെന്റിലേക്ക് പോകും. അതായത് അവരുടെ ബിഹേവിയർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പാരന്റ്സ് അവർക്ക് പണിഷ്മെന്റ് കൊടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് അവരെ ഫോളോ ചെയ്യാനായിട്ട് നിർബന്ധിക്കുക, അല്ലെങ്കിൽ ഒരു ഡിസിപ്ലിൻഡ് അല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് പ്രഷർ കൊടുക്കുന്ന ടൈപ്പ് ഓഫ് പാരന്റ്സ് ആണ് ഈ ഒരു കാറ്റഗറിയിൽ വരുന്നത്. അതായത് കുട്ടിക്ക് അത് ഭയങ്കര ഇറിറ്റബിൾ അല്ലെങ്കിൽ ഒരു മൂഡി ബിഹേവിയറിലേക്ക് ആ കുട്ടിയെ കൊണ്ടുപോകും എന്നുള്ളതാണ്. അതായത് ഒരു ലോങ് ടേമിൽ, ചിലപ്പോൾ ഷോർട്ട് ടേമിൽ ഇത് വർക്കാവും. ഇപ്പം എന്തെങ്കിലും ഒരു തെറ്റ് ആ കുട്ടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് കൊണ്ട് ഷോർട്ട് ടേമിൽ ആ കുട്ടിയുടെ ഡിസിപ്ലിൻ ഒന്ന് കറക്റ്റ് ആയാലും ലോങ് ടേമിലേക്ക് പോകുമ്പോൾ മാനസികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഫ്യൂച്ചറിൽ കുട്ടിക്ക് വരാനുള്ള ചാൻസസ് ഭയങ്കര അധികം കൂടുതലാണ്. അവർക്ക് സെൽഫ് എസ്റ്റീം ആയിക്കോട്ടെ എല്ലാം അവർക്ക് കുറയും. ഈവൻ കണ്ടക്ട് ഡിസോർഡർ വരെ അല്ലെങ്കിൽ ആന്റി സോഷ്യൽ ബിഹേവിയറിലേക്ക് പോലും ഇങ്ങനത്തെ കുട്ടികൾ ഫ്യൂച്ചറിൽ എത്തിപ്പെടാം എന്നുള്ളതാണ്. സോ എന്താ പറയാ, ഇവരെ ഏറ്റവും കൂടുതൽ എന്താ പറയാ ഈ കുട്ടികൾ ഹയർ ലെവൽ ഓഫ് ആൻസൈറ്റി കാണിക്കും എന്നാ പറയുന്നത്. അതായത് ഇങ്ങനത്തെ ഒരു ഫാമിലിയിൽ നിന്ന് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പാരന്റിംഗിൽ റേസ് ആയ ഒരു കുട്ടി ഫ്യൂച്ചറിൽ ഒരു ഹൈ ലെവൽ ഓഫ് ആൻസൈറ്റി കാണിക്കാറുണ്ട്, പല കേസുകളിലും കാണിക്കാറുണ്ട്. ഇവർക്ക് ഫ്യൂച്ചറിൽ ഒരു കാര്യവും തന്നെ ചെയ്യാൻ പറ്റില്ല. ലൈക്ക് അവർക്ക് എല്ലാ കാര്യവും ഒരു ഡിപ്പെൻഡഡ് ആയിപ്പോവും. കാരണം എന്താണ്, അവർക്ക് തന്നെത്താനെ ചെയ്യാനുള്ള ഒരു ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ ഒരു ഇൻഡിപെൻഡന്റ് ബിഹേവിയർ പാരന്റ്സ് റേസ് ചെയ്ത് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഫ്യൂച്ചറിൽ ഒരു ഡിപ്പെൻഡഡ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര ആൻസൈറ്റി, ഒരു ഡിപ്രഷനിലേക്കൊക്കെ ഈ കുട്ടികൾക്ക് പോകാനുള്ള ഒരു എന്താ പറയാ ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ എന്താ പറയാ, പിന്നെ ഇങ്ങനത്തെ കുട്ടികൾ ഇങ്ങനത്തെ പാരന്റ്സിന് അതിന്റെ കൺട്രോൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ആങ്കർ ആയിട്ടുള്ള അഗ്രഷൻ ഉള്ള പാരന്റ്സിനെ കണ്ട് ഇവരെന്താണ് ഒരു അതോറിറ്റി അല്ലെങ്കിൽ സ്കൂളിലെ പ്രിൻസിപ്പൽ ആയിക്കോട്ടെ ടീച്ചേഴ്സ് ആയിക്കോട്ടെ അങ്ങനത്തെ അതോറിറ്റി ഫിഗേഴ്സിനോട് പോലും ഒരു റെബലിയൻ അല്ലെങ്കിൽ ഒരു ഭയങ്കര അഗ്രഷൻ ആയിട്ടുള്ള ബിഹേവിയർ ആയിരിക്കും കാണിക്കുക. റെസ്പെക്ട് ഉണ്ടാവില്ല. കാരണം വീട്ടിൽ നിന്ന് അങ്ങനെ കണ്ടിട്ട് ഇവര് വേറൊരു ഓഫീസിൽ ലോങ് ടേമിൽ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സമയത്തും അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്തും ഇവരിങ്ങനെ ആയിരിക്കും പെരുമാറുക, ദേഷ്യത്തോടെ അല്ലെങ്കിൽ ഒരു റെബലിയൻ ബിഹേവിയറിലേക്ക് മാറും. അതുപോലെ തന്നെ ഇത് നമ്മൾ ഫോഴ്സ് ചെയ്ത് ഏൽപ്പിക്കുന്ന ഡിസിപ്ലിൻ ആണ്. നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഡിസിപ്ലിൻ അല്ല കൊടുക്കുന്നത്, നമ്മൾ അവരെ പണിഷ്മെന്റ് ഇൻഡ്യൂസ് ചെയ്ത് വരുത്തുന്ന ഡിസിപ്ലിൻ ആയതുകൊണ്ട് തന്നെ ഇവർക്ക് വലുതായിട്ടൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഒന്നും ഉണ്ടാവില്ല. പല കാര്യം എല്ലാവരോടും ഏകദേശം ഒരുപോലെയൊക്കെ തന്നെ ആയിരിക്കും ഇവര്. പല കാര്യങ്ങളും ഉള്ളിൽ ഇങ്ങനെ സപ്രസ് ചെയ്ത് ലോങ് ടേമിൽ അതൊരു ഒരു ക്ലിനിക്കൽ ഡിപ്രഷനിലേക്ക് പോകാനും ചാൻസ് ഉണ്ട്. ഇനി ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും നമ്മൾ എല്ലാ ടൈപ്പ് പറയുമ്പോഴും ഒരു അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് നമ്മൾ കോട്ട് ചെയ്യാറുണ്ടല്ലോ. അതേപോലെ ജസ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡിസിപ്ലിനും ഒബീഡിയൻസും ഉണ്ടാവും, പക്ഷെ അതൊരു ഷോർട്ട് ടേം ഡിസിപ്ലിൻ ഒബീഡിയൻസ് മാത്രമാണ്. കാരണം ആ പണിഷ്മെന്റ് കിട്ടുന്ന സമയത്ത് കുട്ടി പേടിച്ച് ആ ഒരു ഫിയറിന്റെ ഒരു ഇതിലാണ് അവർ ആ ഡിസിപ്ലിൻ കാണിക്കുന്നത്. പക്ഷെ ലോങ് ടേമിൽ അത് വർക്ക് ആവില്ല. ലോങ് ടേമിൽ ഡിസിപ്ലിന് പകരം അവർക്ക് വേറെ എന്തൊക്കെയോ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ വരും. എല്ലാ കാര്യവും കോപ്പപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ സർവൈവ് ചെയ്യാൻ ഈ കുട്ടികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ നാളെ പാരന്റ്സ് ഇല്ലാത്തൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഇവരുടെ പല ഉള്ളിലെ സപ്രസ്ഡ് ആയിട്ടുള്ള ഇമോഷൻസ് എല്ലാം പുറത്തു വരാനും അത് ക്യാരക്ടറിനെ ബിഹേവിയറിനെ റിഫ്ലക്ട് ചെയ്യാനും ലോങ് ടേമിൽ അത് ഹയർ ചാൻസസ് ആണ്. പിന്നെ ഇതിന്റെ മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ കുട്ടികളുടെ ബിഹേവിയർ തുടങ്ങുന്നത് എല്ലാം ഫിയറിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിൽ എല്ലാ കാര്യവും ഇവർക്ക് പേടിയോടെ ആയിരിക്കും ഇവർ സമീപിക്കുക. കുഞ്ഞിലെ മുതലേ എന്ത് കാര്യം പറഞ്ഞാലും സ്ട്രിക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ എല്ലാ കാര്യം ഇങ്ങനെ തന്നെ ചെയ്യണം, ഈ ടൈമിൽ തീർക്കണം, ഈ ടൈമിൽ പഠിക്കണം, ഈ ടൈമിൽ ഇത്രയും തീർക്കണം, നീ ഇത്രയും മാർക്ക് വാങ്ങിക്കണം, നീ വലുതാകുമ്പോൾ ഇത്രയും ഈ ഒരു ഡോക്ടർ ആവണം അല്ലെങ്കിൽ എഞ്ചിനീയർ ആവണം, അല്ലെങ്കിൽ അതല്ല നീ വേറെ ഒന്നിനും പോണ്ട എന്നൊക്കെ പറഞ്ഞ് എല്ലാം പാരന്റ്സിന്റെ രീതിയിലുള്ള ഒപ്പീനിയൻ വഴി ജീവിക്കുന്ന ഒരു കുട്ടിക്ക് എല്ലാ കാര്യങ്ങളിലും ഒരു പേടിയാണ്. അവർക്ക് എല്ലാവരും പേടിയോടെ അവർ സമീപിക്കുന്നത്. അപ്പൊ അവരുടെ ബിഹേവിയറെ പേടിയും തുടങ്ങിയത് കൊണ്ട് ഫ്യൂച്ചറിൽ ആ ഒരു ആൻസൈറ്റി എല്ലാത്തിലും അവർ കാണിക്കും. ചെറിയ കാര്യങ്ങൾക്ക് പോലും അവർ ആ ഒരു പേടിയോടെ ആയിരിക്കും അവരുടെ ബിഹേവിയർ തന്നെ മാറുന്നതെന്നുള്ളതാണ്. പിന്നെ ഇവർക്ക് ഡിസിഷൻ മേക്കിംഗ് സ്കിൽസ് ഭയങ്കര പുവർ ആയിരിക്കും ഫ്യൂച്ചറിൽ. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാം ഒരു ഡിപ്പെൻഡൻസിയാണ്. സ്വന്തമായിട്ടൊരു ഡിസിഷൻ ഇവർക്ക് എടുക്കാനായിട്ട് ഇവർക്ക് അറിയില്ല, ഇവർക്ക് പറ്റില്ല. കാരണം ചെറുപ്പത്തിലെ പാരന്റ്സ് ആണ് ഇവർക്കെല്ലാം ചെയ്തു കൊടുത്തോണ്ടിരുന്നത്. ഇവരുടെ ഒപ്പീനിയൻസ് ഒന്നും ചോദിക്കാറില്ല, ഇവർ തന്നെ ഒരു കാര്യം ചെയ്യാറില്ല. അപ്പൊ ഫ്യൂച്ചറിൽ ഒരു ഡിസിഷൻ എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നാൽ ഇവർക്ക് അത് എങ്ങനെ എടുക്കണം, അതെങ്ങനെ ആ ഒരു കാര്യം നന്നായിട്ട് ചെയ്ത് തീർക്കണം, അല്ലെങ്കിൽ ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസോ അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ ഇനിഷ്യേറ്റീവ് എടുക്കുക, അതൊന്നും ഇവർക്ക് പറ്റില്ല. ഇവർക്ക് അതൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഇവർക്ക് ഇമോഷൻസ് എല്ലാം സപ്രസ്ഡ് ആണ്.
ഇവർ വെളിയിൽ കാണിക്കില്ല. ഒരു സിറ്റുവേഷൻ വന്നാലായിരിക്കും അവരുടെ ഇമോഷൻ, വിഷമം പോലും പുറത്തേക്ക് വരുന്നത് ദേഷ്യമായിട്ടായിരിക്കും. പക്ഷെ ഇവരുടെ ഉള്ളിലെല്ലാം ഒരുപാട് വിഷമങ്ങളും പേടിയും ആൻസൈറ്റിയും ഒക്കെ ആയിരിക്കും ഇവരുടെ ഉള്ളിൽ ഇവർ സപ്രസ് ചെയ്തിട്ടുണ്ടാവുക. പിന്നെ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് സെൽഫ് എസ്റ്റീം വളരെ കുറവാണ്. അതുപോലെ തന്നെ ആൻസൈറ്റി ഭയങ്കര ഹൈ ആയിരിക്കും. സോഷ്യൽ വിഡ്രോവൽ ഉണ്ടാവും. സൊസൈറ്റിയിൽ നിന്ന് തന്നെ പലപ്പോഴും എല്ലാ കാര്യത്തിലും സോഷ്യൽ ഫോബിയ അല്ല, സോഷ്യൽ ആൻസൈറ്റി. ഓക്കെ, ഫോബിയ എന്ന് പറയാൻ പറ്റില്ല, ഒരു സോഷ്യൽ ആൻസൈറ്റി ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. ഇവര് സോഷ്യലി തന്നെ സൊസൈറ്റിയിൽ നിന്നൊക്കെ പല പല ഫംഗ്ഷൻസ് ആയിക്കോട്ടെ, ഇവന്റ്സ് ആയിക്കോട്ടെ, സ്കൂൾ ആക്ടിവിറ്റീസ് ആയിക്കോട്ടെ, ഓഫീസിൽ ആക്ടിവിറ്റി ആയിക്കോട്ടെ, ഇവരെല്ലാത്തുനിന്നും ഒരു തരം വിഡ്രോവൽ ആയി. അതുപോലെ തന്നെ ഇവർക്ക് ഇമോഷണലി എക്സ്പ്രസ് ചെയ്യുന്നതിലും, അല്ലെങ്കിൽ ഇവർക്ക് ഒരു സങ്കടം വന്നാൽ ഇവർ ചിലപ്പോ പുറത്ത് കാണിക്കാറില്ല. ഒരുപാട് സന്തോഷം വന്നാൽ ഇവരത് ഒരു ഇമോഷണൽ നംനെസ് എന്നൊക്കെ പറയില്ലേ, അതേപോലെ എല്ലാം ഒരു മരവിച്ച അവസ്ഥ. ഇനിയൊരു സങ്കടം വന്നാലോ സന്തോഷം വന്നാലോ ഇവർക്ക് അത് കറക്റ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാനായിട്ട് ഇവർക്ക് പറ്റാറില്ല. അതിലൊക്കെ ഇവർ ഭയങ്കര പുവറാണ്. അത് ചെറുപ്പത്തിലെ ട്രോമാസ് ആണ്. ഫ്യൂച്ചറിൽ അങ്ങനെ വരുമ്പോൾ ഇവർക്ക് എല്ലാത്തിനോടും ഒരേ വികാരമായിരിക്കും, എക്സ്പ്രഷൻ ഒക്കെ സെയിം ആയിരിക്കും. സന്തോഷം വന്നാൽ ഇവർക്ക് എക്സ്ട്രീം ആയിട്ട്, നമ്മളൊക്കെ സന്തോഷം വന്നാൽ ഒരുപാട് സന്തോഷിക്കാറുണ്ട്, സങ്കടം വന്നാൽ ഒരുപാട് കരയാറുണ്ട്. ഇവർക്കെല്ലാം ഒരേ സ്റ്റേബിൾ മൈൻഡ് സെറ്റ് ആയിരിക്കും എല്ലാത്തിനോടും. ഇവരാകെ പുറത്ത് ഭയങ്കര ഇതായിട്ട് കാണിക്കുന്ന ഈ ആൻസൈറ്റി, ഫിയർ ഒക്കെയാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ ഇങ്ങനെ റിഫ്ലക്ട് ചെയ്ത് നിൽക്കുന്നത് ഇങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെയാണ്. ഇതാണ് അതോറിറ്റേറിയൻ പാരന്റിങ്, അല്ലെങ്കിൽ പാരന്റ് ഡ്രിവൺ ആയിട്ടുള്ള പാരന്റിങ്ങിന്റെ കീ ഏരിയാസ് എന്ന് പറയും. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ, നെക്സ്റ്റ് തേർഡ് ടൈപ്പ് ഓഫ് പാരന്റിങ് എന്ന് പറയുന്നത് പെർമിസീവ് പാരന്റിങ് ആണ്, അല്ലെങ്കിൽ ഓവർലി ലീനിയന്റ് എന്ന് പറയാം. എന്താ ലീനിയന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മളിപ്പം ഓപ്പൺ ആയിട്ട് നമ്മളിങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കുട്ടികൾ ഇങ്ങനെ അഴിച്ചുവിടുക എന്നൊക്കെ പറയില്ലേ, അല്ലെങ്കിൽ നമ്മൾ എല്ലാ സ്വാതന്ത്ര്യവും എല്ലാ ഫ്രീഡവും എല്ലാ സ്നേഹവും നമ്മളിങ്ങനെ വാരിക്കോരി കൊടുത്തിട്ട് കുട്ടികളെ നമ്മൾ വളർത്തി വഷളാക്കി എന്ന് പറയില്ലേ, അത് തന്നെയാണ് പെർമിസീവ് പാരന്റിങ്. അതായത് അവരുടെ കാര്യത്തിൽ നമ്മൾ കൂടുതലായിട്ട് ഇടപെടാനൊന്നും പോവാറില്ല. അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവർക്ക് ചെയ്യാം, കാര്യങ്ങൾ ചെയ്യാം. പക്ഷെ അതിന്റെ കൂടെ ഇവര് പാരന്റ്സ് എന്താ ചെയ്യുന്നത്, ഇവർക്ക് എന്ത് വേണമെങ്കിലും വാങ്ങിക്കൊടുക്കും, എന്ത് ആവശ്യം ഉണ്ടെങ്കിലും സാധിച്ചു കൊടുക്കും. എന്ത് വേണം എന്ന് പറഞ്ഞാലും അവരൊരുപാട് എന്താ പറയാ എഫേർട്ട് ഇട പോലും വേണ്ട. കുട്ടികൾ ചെറുതായിട്ടൊന്ന് പറഞ്ഞാൽ മതി, അപ്പോഴേ മേടിച്ചു കൊടുക്കും. നമ്മളൊക്കെ ആണെങ്കിൽ ചെറുപ്പത്തില് ഒരു കാര്യം പറഞ്ഞ് വാശി പിടിച്ചിട്ടൊക്കെ നിവൃത്തിയില്ലാതെ വീട്ടുകാർ മേടിച്ചിരുന്നതാണ്. പക്ഷെ ഈ കുട്ടികൾക്ക് എന്ന് പറയുമ്പോൾ ജസ്റ്റ് പറഞ്ഞാൽ തന്നെ അപ്പം വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുക, ഓവറായിട്ട് കെയർ ചെയ്യുക, ഭയങ്കരമായിട്ട് ഇങ്ങനെ സ്നേഹം കൊടുത്ത് ലാസ്റ്റ് അവരെ ഒരു പ്രത്യേക ലെവലിലേക്ക് ഇവർ കൊണ്ടെത്തിക്കും. ലോങ് ടേമിലേക്ക് പോകുന്ന സമയത്ത് ഇവർക്ക് കൺട്രോൾ തീരെ അവർ കൊടുക്കാറില്ല. കുട്ടികളുടെ കാര്യത്തിൽ വളരെ ലോ കൺട്രോൾ ആണ്. ഒരു കാര്യത്തിൽ കൺട്രോൾ വെക്കാറില്ല, അല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാറില്ല. ഒരു കാര്യം തെറ്റാണെങ്കിൽ പോലും ഫേസ് ടു ഫേസ് ഒരു കൺഫ്രണ്ടേഷൻ ഇല്ല. ഒരു കുട്ടി മുന്നേ വന്നൊരു തെറ്റ് ചെയ്താൽ അത് പാരന്റ് ചോദിക്കുകയോ അല്ലെങ്കിൽ അത് തെറ്റാണ് എന്ന് പറയാൻ പോലും ഈ പാരന്റ്സ് തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. ഒരുപാട് സ്നേഹം കൊടുത്ത് ഒട്ടും കൺട്രോൾ ഇല്ലാതെ ഒരു കുട്ടിയെ വളർത്തി കഴിഞ്ഞാൽ ഫ്യൂച്ചറിലെ കുട്ടി എന്തായിരിക്കും, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ലൈഫിൽ എന്ന് നമുക്ക് ഇമാജിൻ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പം ഇവിടെ ഫ്യൂ റൂൾസ് ആണ്. റൂൾസ് ഒന്നും അവർ വെക്കാറില്ല, എക്സ്പെക്ടേഷൻ ഇല്ല, റൂൾസ് ഇല്ല, കമാൻഡിങ് നേച്ചർ ഒന്നും തന്നെ ഇല്ല. എല്ലാം കുട്ടികളുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തു. ഇത് ചൈൽഡ് ഡ്രിവൺ ആണ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ അതോറിറ്റേറിയൻ പാരന്റിങ് പാരന്റ് ഡ്രിവൺ ആണെങ്കിൽ പെർമസീവ് കംപ്ലീറ്റ്ലി ചൈൽഡ് ഡ്രിവൺ ആണ്. ഇവിടെ പാരന്റിന്റെ റോൾ ഒന്നുമില്ല. പാരന്റ് എല്ലാ കാര്യം സാധിച്ചു കൊടുക്കാനും ഒത്തിരി സ്നേഹിച്ച് അവരിങ്ങനെ കൊണ്ട് നടക്കുന്ന ചില പാരന്റ്സ് ചിന്തിക്കാറുണ്ട്, നമ്മൾ ഓവറായിട്ട് കുട്ടികൾക്ക് സ്ട്രിക്റ്റ് ആയി കഴിഞ്ഞാലാണ് അവർക്കൊരു പ്രശ്നം ഉണ്ടാവുക. നമ്മൾ അവരെ നന്നായിട്ട് സ്നേഹിക്കണം എന്നുള്ള ഒരു സ്നേഹം വേണം. പക്ഷെ അത് കൊടുക്കേണ്ട ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഇതുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞ അതോറിറ്റേറ്റീവില് പറഞ്ഞ പോലെ നമ്മൾ എപ്പോഴും സ്നേഹം ആയിക്കോട്ടെ കൺട്രോളിങ് ആയിക്കോട്ടെ, ഇത് രണ്ടും ഓവർ ആവാൻ പാടില്ല. ഓവർ കൺട്രോൾഡ് ആയാലും പ്രശ്നമാണ്, ഓവർ ലീനിയന്റ് ആയാലും പ്രശ്നമാണ്. ഇതിനിടയിലുള്ള ഒരു ബ്രിഡ്ജ് ഉണ്ട്. നമ്മൾ എപ്പോഴും ആ ഒരു രീതിയിലാണ് കുട്ടികളെ ബാലൻസ് ചെയ്ത് നമ്മൾ കൊണ്ടുപോകേണ്ടത്. ഇതിൽ ഏതെങ്കിലും ഒന്ന് കുറഞ്ഞാലോ കൂടിയാലോ അത് പ്രശ്നമാണ്. ഇവിടെ കംപ്ലീറ്റ്ലി അവർക്ക് കൺട്രോൾ അവരുടെ കയ്യിൽ നിന്ന് പോയി അവർ കുട്ടികൾക്ക് ഫുൾ കൺട്രോൾ കൊടുത്തിരിക്കുകയാണ്. അപ്പൊ അവർക്ക് ചെറുപ്പത്തിലെ എന്തും കാണിക്കാം, അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം, ആരും ചോദിക്കില്ല, വീട്ടിലാരും ഒന്നും പറയുന്നില്ല. സോ അവർക്ക് ആ ഒരു ആത്മവിശ്വാസം ഉണ്ട്, എന്ത് ചെയ്താലും ഒരു പ്രശ്നം ഇല്ല. ഫ്യൂച്ചറിലായിക്കോട്ടെ എല്ലാത്തിനും അച്ഛനും അമ്മയും ഉണ്ടല്ലോ, പറഞ്ഞാൽ അവർ വഴക്കൊന്നും പറയില്ലല്ലോ. അപ്പൊ അവർക്ക് എന്തും ചെയ്യാനുള്ള ഒരു സ്പേസ് പാരന്റ്സ് തന്നെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഫ്യൂച്ചറിൽ ഒരിക്കലും അവർക്ക് ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ലൈഫിലേക്ക് അവരെ കൊണ്ടുപോയി എപ്പോഴും അതൊരു വേഴ്സ് സിനാരിയോയിലേക്ക് കൊണ്ടുപോകും. കുറച്ച് കൺട്രോളിങ്ങും കാര്യങ്ങളും ഒക്കെ വരുമ്പോഴാണ് അതൊരു കറക്റ്റ് ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫോം ആവുള്ളൂ.
ഇവിടെ എന്ന് പറയുന്നത് അവര് ഓവർലി ഇന്റലിജന്റ് ആണ്. അതായത് നമ്മൾ അമിതമായിട്ട് നമ്മൾ അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റി കൊടുക്കുക എന്ന് പറയാം. കുട്ടികൾക്ക് എന്താണോ ആവശ്യം, അത് ആവശ്യമുള്ള കാര്യമാണ് എന്നുണ്ടെങ്കിൽ, അങ്ങനെ തോന്നുവാണെങ്കിൽ നമുക്ക് ചെയ്തു കൊടുക്കും. പക്ഷെ ഇവർ ആവശ്യമില്ലാത്ത ആ ടൈമിൽ അവർ ആ ഒരു ഏജിൽ അവർക്ക് ആവശ്യമില്ലാത്ത കാര്യമായിരിക്കും ചിലപ്പോൾ അത്. പക്ഷെ അല്ലെങ്കിൽ ആ ഒരു ഏജിൽ പഠിക്കേണ്ട സമയമാണ്. ആ സമയത്ത് ചിലപ്പോൾ അവരുടെ ഇഷ്ടം ചിലപ്പോൾ അതുമായിട്ട് മാച്ച് ആവാത്തതായിരിക്കും. എന്നാലും അവരത് മേടിച്ചു കൊടുക്കും. അപ്പം ആ കുട്ടിക്ക് ചെറുപ്പത്തിലേ അങ്ങനെ ഒരു കോൺഫിഡൻസ് കിട്ടി. അപ്പൊ ഫ്യൂച്ചറിൽ എന്താ പറ്റുക? സ്വന്തമായിട്ട് എഫേർട്ട് ഒന്നും ഇടാതെ തന്നെ എന്ത് കാര്യവും പെട്ടെന്ന് കിട്ടണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലായിരിക്കും ഫ്യൂച്ചറിൽ അവർ വളരുക. എല്ലാം ഇങ്ങനെ ഒരുപാട് എഫേർട്ട് ഇടാതെ കിട്ടുന്ന എല്ലാം ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഫ്യൂച്ചറിൽ അവർ എന്ത് ചിന്തിക്കും? അധികം എഫേർട്ട് ഒന്നും ഇട്ടില്ലെങ്കിലും അതെനിക്ക് അവകാശപ്പെട്ടതാണ്, അതെനിക്ക് വേണം എന്നുള്ളൊരു വാശി ഫ്യൂച്ചറിൽ ആ കുട്ടിയുടെ ഒരു മൈൻഡ് സെറ്റിലേക്ക് ഇൻജെക്ട് ചെയ്ത് കൊടുക്കുകയാണ് ശരിക്കും ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് പാരന്റിങ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതൊരു ഒരു കുട്ടിയെ സ്പോയിൽ ചെയ്യുക എന്നാ ഞാൻ പറയുള്ളൂ. സ്പോയിൽ ചെയ്യുക അല്ലെങ്കിൽ ഒരു സെൽഫിഷ് ആയിട്ടുള്ള രീതിയിലേക്ക് കുട്ടിയെ മാറ്റുകയാണ്. എല്ലാ കാര്യവും സെൽഫിഷ് ആയിട്ടുള്ള ബിഹേവിയർ അല്ലെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് പിന്നെ തീരെ ക്ഷമ ഉണ്ടാവില്ല. എല്ലാ കാര്യം അപ്പൊ കിട്ടുന്നതുകൊണ്ട് ഫ്യൂച്ചറിൽ ഒരു കാര്യം ഡിലേ വന്നാലും ക്ഷമയില്ലായ്മ, ഒരു എന്താ പറയാ, ഒരു ഇംപേഷ്യന്റ് ആവുക. എല്ലാ കാര്യവും പെട്ടെന്ന് വേണം, പെട്ടെന്ന് കിട്ടണം, ആ ഒരു തീരെ ക്ഷമയില്ലാത്തൊരു ക്യാരക്ടറിലേക്ക് മാറും. അതുപോലെ തന്നെ ഒരു ഡിമാൻഡിങ് നേച്ചർ ആയിട്ട് മാറും. ഈ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള ആൾക്കാരാണ് ഫ്യൂച്ചറിൽ ഒരു NPD പോലെ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റിയിലൊക്കെ മാറുന്നത്. ഇങ്ങനത്തെ ഉള്ള കുട്ടികളാണ്. ഓക്കെ, അവരെല്ലാം എല്ലാവരും അവകാശപ്പെടുന്ന ആൾക്കാരല്ലേ. അതായത് ഒരു അതോറിറ്റി കാണിക്കും അവരെല്ലാ കാര്യത്തിനോടും. ഞാനാണ് ബെസ്റ്റ്, അല്ലെങ്കിൽ എനിക്കെല്ലാം ഇപ്പൊ കിട്ടണം, എന്റെ മേലെയാണ് എല്ലാ കാര്യങ്ങളും എന്നുള്ളൊരു അതോറിറ്റി അവരുടെ മേലെ വരും. ആ ഒരു പേഴ്സണാലിറ്റിയാണ് നാർസിസിസ്റ്റിക്. ഇപ്പൊ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ആൾക്കാരാണ് ഫ്യൂച്ചറിൽ അങ്ങനെ ഒരു ലെവലിലേക്കൊക്കെ പലപ്പോഴും പോകുന്നത്. NPDയിലേക്ക് പോകുന്നതിന്റെ ഒക്കെ ഒരു റീസൺ, ഒരു മേജർ റീസൺ ഈ ഒരു ടൈപ്പ് ഓഫ് പാരന്റിങ് ആണ്. അതുപോലെ തന്നെ ഇവര് മറ്റുള്ളവരുടെ കാര്യങ്ങളൊന്നും വലുതായിട്ട് കൺസിഡർ ചെയ്യില്ല. അവർക്ക് അവരുടെ കാര്യം കിട്ടണം എന്നുള്ള ഒരു സംഭവമാണ്. പിയർ ഗ്രൂപ്പ് ആയിട്ടായിക്കോട്ടെ, അവര് എന്താ പറയാ, വീട്ടിൽ അത്രയും ഒരു ഇതുള്ളത് കൊണ്ട് അവർക്ക് അവരുടെ കാര്യങ്ങൾ എപ്പോഴും നല്ല ഹാപ്പി ആയിട്ട് നല്ല കാര്യങ്ങളെല്ലാം കിട്ടണം. അവർ വലുതായിട്ട് ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ അത് കൺസിഡറേറ്റ് ഒന്നും അല്ല. അതുപോലെ തന്നെ എന്താണ്, പാരന്റും കുട്ടിയും തമ്മിലുള്ള ഒരു കൺഫ്രണ്ടേഷൻ കിട്ടുന്നേ ഇല്ല. അതായത് കുട്ടി സ്കൂളിലായിക്കോട്ടെ ഫാമിലിയിലായിക്കോട്ടെ എന്തെങ്കിലും ഒരു പ്രശ്നം, ഒരു മിസ്റ്റേക്ക് ചെയ്താൽ ഇവിടെ പാരന്റ് ഒരു നേർക്ക് നേരെ നിന്നൊരു ചോദ്യം ചെയ്യലില്ല. അതായത് എന്താ പ്രശ്നം, അല്ലെങ്കിൽ എന്താണ് പറ്റിയത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചോദ്യമേ ഇവിടെ ഇല്ല. ഒന്നും ചോദിക്കാൻ പോലും ഇവിടെ റെഡി ആകാറില്ല. മെയിൻ ആയിട്ട് പാരന്റും ചൈൽഡും തമ്മിൽ വേണ്ട മെയിൻ ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ് കൺഫ്രണ്ടേഷൻ. എപ്പോഴും ഓരോ ദിവസവും എല്ലാ ദിവസവും അത് മസ്റ്റ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം എന്തൊക്കെ നടന്നു, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, എന്തൊക്കെയാണ് നാളത്തേക്കുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ എല്ലാ കാര്യവും അതാത് ദിവസങ്ങളിൽ പാരന്റും സ്റ്റുഡന്റും തമ്മിൽ സംസാരിക്കാനായിട്ട് ടൈം കണ്ടെത്തുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ അവരെ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ശ്രദ്ധ കിട്ടുന്നിടത്തേക്ക് അവർ പോവും എന്നുള്ളതാണ്. വീട്ടിൽ നിന്ന് നമുക്കത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ കിട്ടുന്നിടത്തേക്ക് കുട്ടി പോവും. അതൊരു സൈക്കോളജിക്കലി ഒരു എന്താ പറയാ, അത് യൂഷ്വൽ ആണ്, അത് അണ്ടർസ്റ്റുഡ് ആണല്ലോ. അതെന്തായാലും നമുക്ക് അറിയുന്ന കാര്യമാണ്. നമുക്ക് ഓരോ കുട്ടിയും വഴിതെറ്റി പോവുക അല്ലെങ്കിൽ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നത്തിൽ എത്തുന്നതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഫാമിലിയിൽ നിന്ന് തന്നെ ആയിരിക്കണം റൂട്ട് കോസ് വരിക. അപ്പൊ ഇവിടെ ഇപ്പൊ പറയാന്നുണ്ടെങ്കിൽ പാരന്റും കുട്ടിയും തമ്മിലുള്ള ഒരു ഫേസ് ടു ഫേസ് ടോക്ക് തന്നെ ഇവിടെ ഈ ഒരു ടൈപ്പ് ഓഫ് പാരന്റിങ്ങിൽ വരുന്നില്ല. അപ്പൊ കുട്ടിയുടെ പ്രശ്നങ്ങൾ കുട്ടിക്ക് മാത്രമേ അറിയുള്ളൂ, പാരന്റിന്റേതായ ലൈഫ്. ഇവിടെ ഒരു മ്യൂച്വൽ കമ്മ്യൂണിക്കേഷൻ ഇവിടെ നടക്കുന്നില്ല. അതാണ് ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവർക്ക് ആവശ്യത്തിലധികം ഫ്രീഡം പാരന്റ്സ് കൊടുക്കുന്നുണ്ട്. ആ ഒരു ഏജിലെ കുട്ടി എത്ര ഫ്രീഡം ആണോ വേണ്ടത് അത് മാത്രമാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. പക്ഷെ ഒരു 5 വയസ്സുള്ള കുട്ടിക്ക് 18 വയസ്സായ ഒരാളുടെ ഫ്രീഡം കൊടുക്കേണ്ട കാര്യം ഇല്ലല്ലോ. പക്ഷെ ഇവര് ആവശ്യത്തിലേറെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഫ്രീഡം കൊടുത്ത അവരുടെ ചോയ്സസ് അവർക്ക് തന്നെ വിട്ടുകൊടുത്ത് ഇഷ്ടമുള്ളത് ചെയ്തോ എന്നുള്ളൊരു ചോയ്സ് അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കഴിയുമ്പോൾ ഫ്യൂച്ചറിൽ പാരന്റ്സിന് അവിടെ ഒരു വോയിസ് ഇല്ലാതെ വരും. എല്ലാ കാര്യവും കുട്ടി പറയുന്ന രീതിയിലേക്ക് എത്തുന്നൊരു ലോങ് ടേം ഒരു അവസ്ഥയിലേക്കാണ് പിന്നെ പോവുക. പിന്നെ എന്താണ്, ഇവിടെ മെയിൻ ആയിട്ട് പാരന്റ് ആയിട്ടല്ല നിൽക്കുന്നത്, ഒരു ഫ്രണ്ട് ആയിട്ടാണ്. ശരിക്കും പാരന്റ്സ് ഫ്രണ്ട്സിനെ പോലാണ് നിൽക്കേണ്ടത്. അത് എഗ്രി ചെയ്യാം. പക്ഷെ എന്താ പറയാ, ഒരു പാരന്റ് ഫ്രണ്ട് ആക്കണമെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് അവിടെ വരണം. അതായത് കൺട്രോൾ വേണം, അതിനോടൊപ്പം തന്നെ നമ്മൾ
പറഞ്ഞ പോലെ നമ്മുടെ റെസ്പോൺസീവ്നെസ്സും അതുപോലെ ആയിരിക്കണം, കൊടുക്കുന്ന കെയറും ലവും അതുപോലെ ആയിരിക്കണം. അതല്ലാതെ എല്ലാ കാര്യവും കുട്ടികൾക്ക് വിട്ടു കൊടുത്തതിന് ശേഷം ഞാൻ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് എന്ന് പറഞ്ഞാൽ കുട്ടി യാതൊരു വാല്യൂവും തരത്തില്ല, ഒരു വാല്യൂ ഉണ്ടാവില്ല. ഒരു പാരന്റ് ആണ്, ഒരു അതോറിറ്റി ആണ് എന്നുള്ള ഒരു സംഭവം പോലും മറന്നു പോവാണ്. പാരന്റ് എന്ന് പറയുന്ന ഒരു അതോറിറ്റി ആണല്ലോ. അച്ഛനും അമ്മയും എന്ന് പറയുന്നത് നമ്മൾ ആദ്യം കാണുന്ന നമ്മുടെ അതോറിറ്റി ഫിഗർ എന്ന് പറയുന്നത് നമ്മുടെ അച്ഛനും അമ്മയും തന്നെയാണ്. അതിൽ നിന്നാണ് പിന്നെ ടീച്ചേഴ്സ് വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഓഫീസിലേക്ക് പോകുമ്പോൾ അവിടെ അതോറിറ്റീസ് വരുന്നത്. ഫസ്റ്റ് നമ്മൾ കാണുന്നത് നമ്മുടെ അച്ഛനും അമ്മയും കാണും. പക്ഷെ അവർ കംപ്ലീറ്റ്ലി ഒരു ഫ്രണ്ടായി മാറിയാൽ ഫ്യൂച്ചറിൽ അവർ ആർക്കും ആ ഒരു വാല്യൂ അവർ കൊടുക്കില്ല. അപ്പോ ഒരു ഫ്രണ്ട് ആയിരിക്കണം, അതിനോടൊപ്പം തന്നെ സ്ട്രിക്റ്റ് ആകുകയും വേണം എന്നുള്ളൊരു ബാലൻസ് ആണ് അവിടെ വേണ്ടത്. പിന്നെ എന്താണ്, ഇവർക്ക് ലവ് വിത്തൗട്ട് ലിമിറ്റ് ആണ്. അതായത് ഇവർക്ക് പിന്നെ ലോസ് ഓഫ് കൺട്രോൾ, ഇങ്ങനെ ലവ് വിത്തൗട്ട് ലിമിറ്റ് ലീഡ് ടു ലാക്ക് ഓഫ് കൺട്രോൾ എന്നാ പറയുന്നത്. അതുപോലെ തന്നെ എന്താണ്, ഒരു ലിമിറ്റിനപ്പുറത്ത് അവർക്ക് സ്നേഹം കൊടുത്താൽ ഫ്യൂച്ചറിൽ അവർക്കൊരു കൺട്രോൾ ഉണ്ടാവില്ല. ഒരു കാര്യത്തിലും ലാക്ക് ഓഫ് കൺട്രോൾ ആണ്, എല്ലാ കാര്യത്തിലും. അങ്ങനെ ഒരു സ്റ്റേജിലേക്ക് കുട്ടിയുടെ ലൈഫ് പോവും എന്നുള്ളതാണ്. പിന്നെ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് ഞാൻ എല്ലാ ടൈപ്പിലും, അത് വേഴ്സ് പാരന്റിങ് ആണെങ്കിൽ അഡ്വാൻറ്റേജ് ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് എപ്പോഴും ഷോർട്ട് ടേം അഡ്വാൻറ്റേജ് മാത്രമാണ് കേട്ടോ, ഒരു ലോങ് ടേമിൽ അത് വർക്ക് ആവില്ല. ഓക്കെ, അപ്പൊ ഇതിൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കുട്ടിക്ക് സ്നേഹം കിട്ടുന്നുണ്ട്, ആവശ്യത്തിലേറെ സ്നേഹം കിട്ടുന്നുണ്ട്. പാരന്റ്സിനെ സംബന്ധിച്ചിടത്തോളം ലെസ് എഫേർട്ട് എടുത്താൽ മതി. പ്രത്യേകിച്ച് എഫേർട്ട് ഒന്നും അവർ ഇടുന്നില്ല. പ്രത്യേകിച്ച് അവരെ ശ്രദ്ധിച്ചവരുടെ കാര്യങ്ങൾ കേട്ട്, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ടൈം അവരായിട്ട് എടുക്കുന്നില്ല. അവർക്ക് ലെസ് എഫേർട്ടാണ്, ഭയങ്കര എളുപ്പമാണ് അവർക്ക്. ആ പാരന്റിങ് ഭയങ്കര എളുപ്പമാണ്. കുട്ടിക്ക് സ്നേഹം കിട്ടുന്നുണ്ട്. ഈ രണ്ട് ഫാക്ടറാണ് ഇവിടെ മെയിൻ ആയിട്ട് വരുന്നത്. പക്ഷെ ഇതൊക്കെ ഷോർട്ട് ടേമിലേക്ക് മാത്രമാണ്. കുറച്ച് നാളൊക്കെ ഇത് വളരെ നന്നായിട്ട് പോകും. കുറെ നാൾ കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഇതിന്റെ എഫക്റ്റ് നമ്മൾ തിരിച്ചറിയുള്ളൂ. പിന്നെ ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് കുട്ടിക്ക് ഡിസിപ്ലിൻ വളരെ കുറവായിരിക്കും, പൂവർ ഡിസിപ്ലിൻ ആയിരിക്കും. പിന്നെ ഇമ്പൾസിവിറ്റി, നമ്മുടെ ADHD പോലെയുള്ള കണ്ടീഷൻസ് ഒക്കെ വരുന്നത് ഈ ടൈപ്പ് ഓഫ് പാരന്റിങ് കണ്ടുവരുന്ന കുട്ടികളിലാണ് ADHD സാധ്യത കൂടുതൽ. അവർക്ക് ഹൈപ്പർ ആക്റ്റീവ് ഉണ്ടാവും. അതുപോലെ തന്നെ അറ്റൻഷനും കുറവാണ്. കാരണം ഇവരിപ്പം ആര് പറയുന്നവർ, ലൈക്ക് ഇവരോട് ആരും ഒന്നും പറയുന്നില്ലല്ലോ, ലൈക്ക് ഇവരെ ശ്രദ്ധിക്കുന്നില്ല, കാര്യങ്ങൾ സംസാരിക്കുന്നില്ല. അപ്പൊ അവർക്ക് എല്ലാ കാര്യവും ഒരു ലാക്ക് ഓഫ് കൺട്രോൾ ആണ്, ഒരു ഇമ്പൾസിവിറ്റി ആണ്. ഫ്യൂച്ചറിൽ അവർക്ക് ആ ഒരു അറ്റൻഷൻ പ്രോബ്ലം തന്നെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ മെയിൻ ആയിട്ട് ഇമ്പൾസിവിറ്റി ഒരു പോയിന്റ് ആണ്. അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റി വളരെ കുറവാണ്. ചെറുപ്പത്തിൽ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് നമ്മൾ ശീലിപ്പിക്കണമല്ലോ. ചെറുപ്പത്തിൽ തന്നെ അവരുടെ ഏജിനനുസരിച്ചുള്ള ചെറിയ ചെറിയ റെസ്പോൺസിബിലിറ്റീസ് അവർക്ക് കൊടുത്താൽ മാത്രമാണ് ഫ്യൂച്ചറിൽ അവർക്ക് അവരുടെ സ്വന്തം കാര്യങ്ങൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പം ഇങ്ങനത്തെ കുട്ടികൾക്ക് അങ്ങനെ റെസ്പോൺസിബിലിറ്റീസ് ഒന്നും അവർക്കായിട്ട് എടുക്കേണ്ട കാര്യമില്ല. എല്ലാം അവരുടെ കയ്യിൽ കൊടുത്ത് നമ്മൾ അവരെ വളർത്തുന്ന സമയത്ത് അവർക്കൊരു റെസ്പോൺസിബിലിറ്റി അവിടെ ഇല്ല. അപ്പം ഫ്യൂച്ചറിൽ അവർ അങ്ങനെ ആയിരിക്കും നടക്കുക. അവർക്ക് എല്ലാം വീട്ടിൽ തരുമല്ലോ, വീട്ടിൽ നിന്ന് തരുമല്ലോ, വീട്ടിലെല്ലാം ചെയ്യുമല്ലോ, അച്ഛനും അമ്മയും ചെയ്യുമല്ലോ, ആ ഒരു മൈൻഡ് സെറ്റ് ആയിട്ട് മാറും. ഒരു കംഫർട്ട് സോൺ അവർക്ക് ബിൽഡ് ആവും. മെയിൻ ആയിട്ട് അതാണ് പ്രശ്നം എന്ന് പറയുന്നത്, ഒരു കംഫർട്ട് സോൺ ബിൽഡ് ആവും. അതായത് നമ്മൾ ഒരിക്കലും ചെറുപ്പത്തിൽ ഈ രീതിയിൽ വളരുന്ന ഒരു കുട്ടികളും ഫ്യൂച്ചറിൽ അത് ഈ ടൈപ്പിലും അതുപോലെ തന്നെയാണ്. നേരത്തെ പറഞ്ഞ അതോറിറ്റേറിയനിലും അതുപോലെയാണ്. കംപ്ലീറ്റ് ആയിട്ട് പാരന്റ് ഡ്രിവൺ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ചൈൽഡ് ഡ്രിവൺ ആയിട്ടുള്ള എല്ലാ കേസുകളിലും ഒരു ഷെല്ലുണ്ട്, ഒരു കംഫർട്ട് സോൺ അവർ തന്നെ ഉണ്ടാക്കും. അതായത് ആ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് വന്നാൽ മാത്രമാണ് ലൈഫിൽ സക്സസ് ഉണ്ടാവുള്ളൂ. എല്ലാം നമ്മൾ ഇങ്ങനെ അവർക്ക് സ്പൂൺ ഫീഡിങ് പോലെ കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ അവർക്ക് സ്വന്തമായിട്ട് ഏൺ ചെയ്ത് ഇൻഡിപെൻഡന്റ് ആയിട്ട് ലൈഫ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, എങ്ങനെ സർവൈവ് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ അവർക്കില്ല. എങ്ങനെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ട ടൈം വരുമ്പോൾ ഒരു പാനിക് ആവാൻ തുടങ്ങും. ആ ഒരു ട്രെയിനിങ് നമുക്ക് ചെറുപ്പത്തിൽ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവർ സർവൈവ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മളത് സ്കിപ്പ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ഒരു എസ്കേപ്പിസ് ആയിരിക്കും, നമ്മളെല്ലാം സ്കിപ്പ് ചെയ്ത് വിടുക ചെയ്യുന്നത്. ആ ഒരു സിറ്റുവേഷൻ നമ്മൾ അറ്റംപ്റ്റ് ചെയ്യുക പോലുമില്ല. അപ്പോൾ ആ ഒരു കംഫർട്ട് സോണിനകത്ത് ഇരിക്കുന്നിടത്തോളം കാലം അയാൾ വിജയിക്കാൻ പോകുന്നില്ല. നമ്മൾ എപ്പോഴാണോ ആ ഒരു ഷെല്ല് ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് വരുന്നത് അന്ന് മാത്രമാണ് നമുക്കൊരു സക്സസ് വരുള്ളൂ. ഇങ്ങനത്തെ കുട്ടികൾക്ക് റെസ്പോൺസിബിലിറ്റി പോലും കുറവാണ് ഫ്യൂച്ചറിലായിക്കോട്ടെ. അതുപോലെ തന്നെ സെൽഫ് കൺട്രോൾ വളരെ പുവറാണ്. അതുപോലെ തന്നെ ഡിഫിക്കൽട്ടി ഹാൻഡ്ലിങ് അതോറിറ്റി. ഒരു അതോറിറ്റേറിയൻ ഒരു ഫിഗർ ഫ്യൂച്ചറിൽ വന്നു കഴിഞ്ഞാൽ അവരുമായിട്ടും ഇവർ പ്രശ്നമായിരിക്കും. അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. ഇവർ തിരിച്ചൊക്കെ പറയും, ലൈക്ക് ആർഗ്യുമെന്റ്സിലേക്ക് പോകും, വഴക്കാവും. ലൈക്ക് അവർക്ക്, കാരണം ജോലിയിൽ പോകുന്ന സമയത്ത് നമ്മുടെ സീനിയർ ആയിട്ടുള്ള ഓഫീസർ നമ്മളോട് കാര്യങ്ങൾ പറയല്ലേ, നമുക്ക് റൂൾസ് തരും, അത് ഫോളോ ചെയ്യുക, റെഗുലേഷൻസ് ഉണ്ടാവും, നമുക്ക് നമുക്ക് ഒരു കമാൻഡിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് വരും. ഇവർക്ക് അതൊന്നും ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ചെറുപ്പത്തിൽ ഇവർക്ക് ഇതൊന്നും കിട്ടിയിട്ടില്ല. അപ്പൊ ഫ്യൂച്ചറിൽ ഇങ്ങനെ ഒരു ഇതവർക്ക് കിട്ടുന്ന സമയത്ത് ഇവർക്ക് അത് ഭയങ്കരമായിട്ട് ദേഷ്യം ഉണ്ടാക്കും, ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കും.
അതൊരു പുറത്ത് അത്രയും ഒരു രീതിയിൽ അഗ്രസീവ് ആയിട്ടുള്ള രീതിയിലായിരിക്കും പുറത്തേക്ക് വരിക. അത് ഒരു അതോറിറ്റി ആണ്, ഒരു റെസ്പെക്ട് വേണം, അല്ലെങ്കിൽ നമുക്കൊരു റൂൾ, ഒരു സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ ഇത്രയും റൂൾസ് നമ്മൾ ഫോളോ ചെയ്യണം, റെഗുലേഷൻസ് ഉണ്ടാവും, ഇതാണ് ലൈഫ് എന്നുള്ള ഒരു റിയാലിറ്റി അവർക്ക് അറിയില്ല. അവരുടെ ഫാദർ ആൻഡ് മദർ, അവരിൽ നിന്ന് അവർ കണ്ട് എന്താണോ വളർന്നത് ഇത് തന്നെയായിരിക്കും ഒരു ലൈഫിൽ ഫ്യൂച്ചറിൽ ഒരു കോപ്പി ചെയ്യുക. അതിൽ നിന്നും എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ട് ഫ്യൂച്ചറിൽ വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ട് ഇവർ തിരിച്ച് റിയാക്ട് ചെയ്യും. അത് സ്കൂളിൽ പ്രിൻസിപ്പൽ ആയിക്കോട്ടെ ടീച്ചേഴ്സിനോടും ഇവരിങ്ങനെ തന്നെ ആയിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ ഫ്യൂച്ചറിൽ പോകുന്ന സമയത്ത് ഇവർ ആരെയും റെസ്പെക്ട് ചെയ്യാൻ പോകുന്നില്ല. സ്വന്തമായിട്ടെല്ലാം ചെയ്ത് എല്ലാം കുട്ടികൾക്ക് വിട്ടുകൊടുക്കുമ്പോൾ ഇവർക്കൊരു തോന്നൽ വരും, ഇവരാണ് അതോറിറ്റി, ഇവരാണ് എല്ലാം എന്നുള്ള ഒരു തോന്നലിലേക്കാണ് ആ കുട്ടി പോവാന്നുള്ളത്. പിന്നെ എന്താണ്, എല്ലാം എനിക്ക് കിട്ടണം എന്നുള്ള ഒരു മനോഭാവമാണ് ഇവിടെ ആ കുട്ടിക്ക് വരിക. അതായത് ഇത് എനിക്ക് കിട്ടേണ്ടതാണ് എന്നൊരു ആത്മവിശ്വാസം അത് എപ്പോഴും അയാൾക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു കാര്യം എഫേർട്ട് ഇല്ലാതാണെങ്കിൽ പോലും ഇതെല്ലാം ഞാൻ ഡിസർവ് ചെയ്യുന്നുണ്ട് എന്നൊരു തോന്നല്. വലുതായിട്ട് എഫേർട്ട് ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിലും നമുക്കത് കിട്ടണം. അപ്പൊ നമ്മൾ എങ്ങനെ ഒരു കാര്യം നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, നമ്മളതിന് ജോലി ചെയ്ത് നമുക്ക് പൈസ ഉണ്ടാക്കി നമ്മൾ നേടിയെടുക്കും. നമുക്കത് ഈസി അല്ല, എന്നാലും നമുക്കത് ആവശ്യമാണെങ്കിൽ നമ്മൾ അതിനുവേണ്ടി വർക്ക് ചെയ്യും. പക്ഷെ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് എന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ എഫേർട്ട് ഇല്ലെങ്കിൽ പോലും ഈ കാര്യങ്ങൾ ഞാൻ ഡിസർവ് ചെയ്യുന്നു, എനിക്കത് വേണം എന്നുള്ള ഒരു വാശി, ഒരു ബിഹേവിയർ ഫ്യൂച്ചറിൽ കാണിക്കും. എല്ലായിടത്തും എനിക്ക് തന്നെ ഒരു സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് കിട്ടണം, എവിടെ പോയാലും എല്ലാവരും എന്നെ റെസ്പെക്ട് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് എല്ലായിടത്തും ഒരു പ്രത്യേക പരിഗണന ഉണ്ടായിരിക്കണം എന്നുള്ള, കാരണം ഈ കുട്ടി വീട്ടിൽ അത്രയും ഒരു പാമ്പർ ചെയ്ത് അത്രയും സ്പോയിൽ ചെയ്ത് നമ്മൾ പാരന്റ്സ് അത്രത്തോളം ഇത് കൊടുത്ത് വളർത്തിയ കുട്ടിയാണ്. ഇപ്പൊ ഫ്യൂച്ചറിലേക്ക് പോകുന്ന സമയത്ത് ഇവരെല്ലായിടത്തും ഇത് തന്നെ എക്സ്പെക്ട് ചെയ്യും. വീട്ടിൽ അച്ഛനും അമ്മയും തന്ന അതേ സാധനം തന്നെ സ്കൂളിൽ നിന്നും കിട്ടണം, ഓഫീസിൽ നിന്ന് കിട്ടണം, ലൈഫിൽ പാർട്ട്ണറിൽ നിന്നും കിട്ടണം, എല്ലായിടത്തും ഇത് തന്നെ കിട്ടണം. അതിൽ നിന്നും എന്തെങ്കിലും ഡിഫറെന്റ് ബിഹേവിയർ ഇവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇവരവിടെ നിന്ന് സ്കിപ്പ് ചെയ്തു പോകും, അല്ലെങ്കിൽ ഇവരവിടെ നിന്ന് പോകും. ഇവർ പിന്നീട് ആ ഒരു ജേർണി കണ്ടിന്യൂ ചെയ്യില്ല. വർക്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നിക്കഴിഞ്ഞാൽ ഒരു വർക്ക് വിട്ടിട്ട് പോകും. പാർട്ട്ണർ ആണെങ്കിൽ അവിടെ ഓഫ്കോഴ്സ് അവിടെ എന്താണ് മറൈറ്റൽ പ്രോബ്ലംസ് വരും, ആഫ്റ്റർ മാരേജ് പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പം എല്ലായിടത്തും എനിക്ക് കുറച്ച് സ്പെഷ്യൽ ട്രീറ്റ്മെന്റും കെയറും എനിക്ക് കിട്ടണം എന്ന് വാശിപ്പം ഗേൾസ് ആയിക്കോട്ടെ ബോയ്സ് ആയിക്കോട്ടെ ഈ ഒരു സിറ്റുവേഷനിലാണെങ്കിൽ അവരത് കാണിക്കും. അങ്ങനത്തെ ഉള്ള ഒരു കാറ്റഗറി ആൾക്കാരാണ് നമ്മൾ ഈ പെർമിസീവ് പാരന്റിങ്ങിലേക്ക് വരുന്നത്. നമുക്ക് ആകെ ഇനി ഒരു ടൈപ്പും കൂടെ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സും എങ്ങനെ പാരന്റിങ്ങും കൂടി ലിങ്ക്ഡ് ആണെന്നും ടെക്നിക്സ്, ഇഫക്റ്റീവ് പാരന്റ് ടെക്നിക്സും കൂടെ പറയാം. ഇത്രയും പറഞ്ഞ നിങ്ങൾ ക്ലിയർ ആയോ? ഓക്കെ ആണ്. ഓക്കെ മാം. ഓക്കെ. നെക്സ്റ്റ് പറയാൻ പോകുന്ന നെഗ്ലെക്ട്ഫുൾ ആണ്. നെഗ്ലെക്ട്ഫുൾ പാരന്റിങ് ആണ്. നെഗ്ലെക്ട്ഫുൾ പാരന്റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേര് പോലെ തന്നെ ഒരു അബാൻഡൻ ചൈൽഡ് എന്നൊക്കെ പറയില്ലേ, അതായത് കുട്ടിയെ കംപ്ലീറ്റ് ആയിട്ട് നെഗ്ലക്ട് ചെയ്ത് ഇട്ടിരിക്കുന്ന പാരന്റ്സ് ഉണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ ഒരു കുട്ടിയുടെ കാര്യത്തിൽ യാതൊരു ശ്രദ്ധയും കാര്യങ്ങളും വെക്കാതെ, അവർക്ക് കൺട്രോൾ ഇല്ല, ലവും ഇല്ല. നേരത്തേലുണ്ടായ ലവ് ഉണ്ടായിരുന്നു, കൺട്രോൾ ഇല്ല. ഇവിടെ ലവും ഇല്ല, കൺട്രോളും ഇല്ല. അവരെ ഒരു കാര്യത്തിലും ശ്രദ്ധിക്കില്ല, കംപ്ലീറ്റ്ലി അബാൻഡൻഡ് ആയിട്ട് ഉള്ള കുട്ടികളുണ്ട്. അതായത് ഉപേക്ഷിച്ച് പോയ പാരന്റ്സ് ഉപേക്ഷിച്ചിട്ട് പോയിട്ടുള്ള, അങ്ങനെ അല്ലെങ്കിൽ കുട്ടി ജനിച്ച അപ്പൊ തന്നെ പാരന്റ് പുറത്തേക്ക് പോയിട്ടുള്ള, അബ്രോഡ് പോയിട്ടുള്ള, കുട്ടിയെ കെയർ ചെയ്യുന്നതൊക്കെ വേറെ ആൾക്കാരായിരിക്കും. സോ പാരന്റ്സിന്റെ കയ്യിൽ നിന്ന് ഒരു അഫെക്ഷനോ ഒന്നും തന്നെ കിട്ടാതെ വളരുന്ന കുട്ടികളുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് കുട്ടികളെ നെഗ്ലക്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് പാരന്റിങ് ആണ് നെഗ്ലെക്ട്ഫുൾ പാരന്റിങ് എന്ന് പറയുന്നത്. ഇതിൽ ഇമോഷണൽ ഡിറ്റാച്ച്മെന്റ് ആണ് മെയിൻലി. ഇമോഷണൽ ആയിട്ടുള്ള ഒരു കണക്ഷനും ഇവിടെ ഇല്ല. ഇവിടെ ഒരു പാരന്റ് ചൈൽഡിന്റെ ആ ഒരു ഇമോഷണൽ കണക്ഷൻ ഇവിടെ ബ്രേക്ക് ആയി. ഒരു ഡിറ്റാച്ച്മെന്റ് ആണ്, കംപ്ലീറ്റ്ലി ഒരു ഗ്യാപ്പ് ആണ് അവിടെ വരുന്നത്. ഇവിടെ ലാക്ക് ഓഫ് സൂപ്പർവിഷൻ ആണ്. ആരും ഒരു സൂപ്പർവൈസ് ചെയ്യാനോ അല്ലെങ്കിൽ ഒന്ന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനോ മോണിറ്റർ ചെയ്യാനോ ഈ കുട്ടിക്ക് ആരുമില്ല. അങ്ങനെ ഒരു കെയർ ഗീവറോ ഒരു അതോറിറ്റിയോ ആ കുട്ടിക്ക് ഇല്ലാത്തൊരു ചൈൽഡ്ഹുഡ് ആണ് ഇങ്ങനെയുള്ള കുട്ടികൾ കടന്നു പോവുക. അതുപോലെ തന്നെ ഈ കുട്ടികൾ പലപ്പോഴും ഭയങ്കര മൂഡി ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഗ്ലൂമി നേച്ചർ ആയിരിക്കും, വലിയ എപ്പോഴും ഒരു സാഡ് ആയിട്ട് ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലായിരിക്കും ഈ കുട്ടികൾ ഉണ്ടാവുക. ഇവർക്ക് വളരെയധികം സെൽഫ് എസ്റ്റീം വളരെ കുറവായിരിക്കും. ഇങ്ങനെയുള്ള കുട്ടികൾക്കാണ് കണ്ടക്ട് ഡിസോർഡർ. ഒരു 18 ഇയേഴ്സ് വരെയൊക്കെ നമുക്ക് കണ്ടക്ട് ഡിസോർഡർ എന്ന് പറയാം. ഒരു 18 ഇയേഴ്സ് ആയിട്ടും കണ്ടക്ട് ഡിസോർഡർ ട്രീറ്റ് ചെയ്തില്ലെങ്കിലാണ് അതൊരു ആന്റി സോഷ്യൽ ബിഹേവിയറിലേക്ക് പോവുക. അതായത് റിസ്കി ബിഹേവിയർ ചെയ്യുക,
ഇല്ലീഗൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യുക, റൂൾസ് വയലേറ്റ് ചെയ്യുക, അഗ്രസീവ് ആയിട്ടുള്ള വയലന്റ് ബിഹേവിയറിലേക്ക് പോവുക. ബിക്കോസ് ദർ ഇസ് നോ വൺ ടു സൂപ്പർവൈസ് ദം. അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു ഇത് കൊടുക്കാനായിട്ട് ആരും ഇല്ലാതെ വരുന്ന സമയത്ത് ലേറ്റർ ഓൺ ഇവരൊരു ആന്റി സോഷ്യൽ ബിഹേവിയറിലേക്കൊക്കെ പോവാൻ ചാൻസ് ഉണ്ട്. കാരണം ഇവരുടെ ചൈൽഡ്ഹുഡ് അത്രയും മോശമാണ്, അത്രയും സ്നേഹം അല്ലെങ്കിൽ ആ ഒരു പരിഗണന കിട്ടാത്തൊരു കുട്ടിക്കാലാണ് അവർക്ക്. അപ്പൊ ചൈൽഡ്ഹുഡ് ഭയങ്കര അധികം ട്രോമാറ്റിക് ആയതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിൽ അവർ അത്രയും ഒരു ഇമോഷണലി ഒരു തരം ഇമോഷണലി ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് ഉള്ള ടൈപ്പ് ആൾക്കാരായിരിക്കില്ല ഇവര്. നെഗ്ലക്ട് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മള് ഈ ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ടൈപ്സിൽ ഏറ്റവും ഹാംഫുൾ ആയിട്ടുള്ള ഒരു പാരന്റിങ് സ്റ്റൈലാണ് നെഗ്ലക്ട്ഫുൾ പാരന്റിങ് എന്ന് പറയുന്നത്. കാരണം ഒരു കുട്ടിയുടെ മാനസികമായിട്ടുള്ള വളർച്ച, ഒരു ഡെവലപ്മെന്റൽ സ്റ്റേജ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ കെയർ ഗിവിംഗ് ആണല്ലേ. നമ്മൾ ഡെവലപ്മെന്റൽ സ്റ്റേജ് ഒക്കെ നമ്മൾ സൈക്കോളജി പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്നതാണ്. ഒരു കുട്ടിയുടെ ജനനം മുതൽ ഇന്ന ഒരു ഏജ് വരെ, ഒരു 18 ആ ഒരു ടൈം വരെ ഉള്ള ഒരു ഡെവലപ്മെന്റൽ സ്പാൻ എന്ന് പറയുന്നത് ഒരു കെയർ ഗീവറിന്റെ ഒരു അറ്റൻഷൻ, അതിലൂടെയാണ് ആ കുട്ടി വളരുന്നത്. അപ്പൊ അത് കിട്ടാത്തൊരു കുട്ടിയുടെ ഒരു മാനസികാവസ്ഥ അത് ഏറ്റവും ഹാംഫുൾ ആണ്. ഇത്രയും നേരം പറഞ്ഞതിൽ ഏറ്റവും ഒരു സൈക്കോ സോഷ്യലിലേക്കൊക്കെ ഡെവലപ്മെന്റിലേക്കൊക്കെ ഫ്യൂച്ചറിൽ പോകുമ്പോൾ എല്ലാ രീതിയിലും ആ കുട്ടി ഇമ്പയർഡ് ആവുന്ന ഒരു ടൈപ്പ് ഓഫ് പാരന്റിങ് ആണ്. സൈക്കോ സോഷ്യലി ആയിക്കോട്ടെ, അതുപോലെ തന്നെ എന്താ പറയാ മെന്റലി ആയിക്കോട്ടെ, അക്കാഡമിക്സിലായിക്കോട്ടെ, എല്ലാ കാര്യത്തിലും ആ കുട്ടി കംപ്ലീറ്റ് ആയിട്ട് ഒരു വേഴ്സ് സിനാരിയോയിലേക്കാണ് പോകുന്നത്. അതുപോലെ തന്നെ സ്കൂളിലൊക്കെ ആണെങ്കിൽ വളരെ പൂവർ ആയിട്ടുള്ള അക്കാഡമിക്സ് ആയിരിക്കും. അതുപോലെ തന്നെ പിയർ ഗ്രൂപ്പിൽ പ്രശ്നങ്ങൾ വളരെ കോമൺ ആയിട്ട് ഉണ്ടാവാം പിയർ ഗ്രൂപ്പിൽ. അതുപോലെ തന്നെ ഈ കുട്ടികൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നത് നെഗ്ലക്റ്റ് ആണ്, അതുപോലെ തന്നെ ഇൻസെക്യൂരിറ്റി ആണ്. ഈ രണ്ട് ഫീലിങ്സ് ആണ് ആ കുട്ടികൾ മെയിൻ ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് ഇതിപ്പം ഞാൻ പറയുന്ന ഒറ്റ അഡ്വാൻറ്റേജേ ഉള്ളൂ. പക്ഷെ ഈ അഡ്വാൻറ്റേജ് നിങ്ങൾ ഒരിക്കലും എന്താ പറയാ ഏറ്റവും നല്ലൊരു കാര്യം ആ ഒരു അഡ്വാൻറ്റേജ് എന്നുള്ള രീതിയിൽ എടുക്കരുത്. നമ്മൾ ഫോഴ്സ് ചെയ്യുന്ന അഡ്വാൻറ്റേജ് ആണിത്. അതായത് ഏർലി ഇൻഡിപെൻഡൻസ്. അതായത് ഈ കുട്ടികൾക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ സ്വന്തം കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ള ഒരു സർവൈവ് ചെയ്യും. ഇവര് എങ്ങനെയാണെങ്കിലും സർവൈവ് ചെയ്യും. പക്ഷെ അതൊരിക്കലും ഹെൽത്തി ആയിരിക്കില്ല. ചെറുപ്പത്തിൽ തന്നെ നെഗ്ലക്ട് ചെയ്യപ്പെട്ട കുട്ടികൾക്ക് അവർ തന്നെത്താനെ ആയിരിക്കും എല്ലാ കാര്യങ്ങളും ചെയ്ത് പഠിക്കുന്നുണ്ടാവുക. സോ ഫ്യൂച്ചറിൽ ഇവർക്ക് ആരും ഇല്ലെങ്കിലും ഇവർ ജീവിക്കും, സർവൈവ് ചെയ്യും. ഇവർക്ക് വേറെ സ്നേഹം ഫ്യൂച്ചറിൽ വേണമെന്നോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അവർ ചെറുപ്പത്തിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ളത് അവർക്ക് ആ ടൈം കിട്ടിയില്ല. അപ്പം പിന്നീട് വരുന്ന സമയത്ത് അവർക്ക് തന്നെത്താനെ ചെയ്താലേ ജീവിക്കാൻ പറ്റൂ എന്നുള്ള ഒരു റിയാലിറ്റിയിലേക്ക് അവർ വരും. അപ്പോൾ അവർ വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു ഇൻഡിപെൻഡൻസ് കിട്ടിയ ആൾക്കാരാണ്, അല്ലെങ്കിൽ അവർക്ക് അപ്പൊ തന്നെ എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് ചെയ്ത് ശീലിച്ച ആൾക്കാരാണ്. സോ ഇവര് എങ്ങനത്തെ സാഹചര്യം ആയിക്കോട്ടെ ഇവര് സർവൈവ് ചെയ്യും. പക്ഷെ ഇത് ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മളിത് ഫോഴ്സ് ചെയ്ത് കൊടുത്ത ഇൻഡിപെൻഡൻസ് ആണ്. നമ്മൾ നേരത്തെ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത ബെസ്റ്റ് പാരന്റിങ് ഉണ്ടല്ലോ, അതോറിറ്റേറ്റീവിൽ നമ്മൾ എന്താ കൊടുത്തേ? ചെറിയ റെസ്പോൺസിബിലിറ്റീസ്, ചെറിയ കാര്യങ്ങൾ അവരുടെ ഏജ് കൺവീനിയന്റ് ആയിട്ടുള്ള ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ അവരെ ഏൽപ്പിച്ച് സ്വന്തമായിട്ട് ചെയ്യാനായിട്ട് അവരെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക. ഇങ്ങനെയാണ് നമ്മൾ പതിയെ അവരെ ആ ഒരു മെച്യൂരിറ്റി സ്റ്റേജ് എത്തുമ്പോഴത്തേന് നമ്മൾ അവരെ ഷേപ്പ് ചെയ്യേണ്ടത്. പക്ഷെ നെഗ്ലക്ട് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് അവർ സൂപ്പർവിഷനെ ഇല്ലാണ്ട് പോകും. എല്ലാം തന്നെത്താനെ ചെയ്ത് പഠിക്കുന്ന ഒരു കുട്ടിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. മറ്റേ കേസിലാണെങ്കിൽ പാരന്റ്സ് ആണ് ഓരോരോ കാര്യങ്ങൾ ചെയ്ത് കൊടുത്ത് ഏൽപ്പിച്ച് നീ ഇതുപോലെ ചെയ്, അല്ലെങ്കിൽ ഇങ്ങനെയാണത് ചെയ്യേണ്ടത് എന്നുള്ള ഒരു സൂപ്പർവിഷൻ കൊടുക്കുന്നത് പാരന്റ്സ് ആണ്. ഇവിടെ ചെറുപ്പത്തിൽ തന്നെ ഒരു പാരന്റ് ഇല്ലാതെ ഒരു കുട്ടി വളരുമ്പോൾ ആ കുട്ടിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അത് ഇല്ലീഗൽ ആയിക്കോട്ടെ, ഒരു റൂൾസ് വയലേറ്റ് ചെയ്തുകൊണ്ടുള്ള കാര്യമാവട്ടെ. ഫോർ എക്സാമ്പിൾ സബ്സ്റ്റൻസ് അബ്യൂസ് മെയിൻ സംഭവമാണ്. സബ്സ്റ്റൻസ് അബ്യൂസ് പോലെയുള്ള കാര്യങ്ങളിലേക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ പല കുട്ടികളും ഈ സബ്സ്റ്റൻസ് അബ്യൂസ് അല്ലെങ്കിൽ ആന്റി സോഷ്യലിലേക്ക് പോകുന്ന ഏറെക്കുറെ ഒരു 80% കുട്ടികളുടെ ചൈൽഡ്ഹുഡും ഈ ഒരു കേസിലുള്ളതാണ്. പാരന്റ്സ് വളരെ ചെറുപ്പത്തിൽ തന്നെ നെഗ്ലക്ട് ചെയ്തിട്ടുള്ള അബാൻഡൻഡ് ആയിട്ടുള്ള ചിൽഡ്രൻ ആയിരിക്കാം ഏറ്റവും മെയിൻ ആയിട്ട്. കാരണം എന്നാ ഒരു ഡൗട്ട് വരുന്ന എന്താ വെച്ച് കഴിഞ്ഞാല് അത്രയും അങ്ങനെയൊക്കെ പോകുന്ന കുട്ടികളില്ലേ എന്ന് പറയും. പക്ഷെ ഞാൻ പറഞ്ഞ മെജോറിറ്റി ചാൻസസ് ആണ്. ഓക്കെ, ഇതൊരു പാരന്റിങ് മാത്രമല്ല ഒരു കുട്ടിയുടെ സക്സസ് എന്ന് പറയുന്നത്. പാരന്റിങ് ആണ് ഒരു റൂട്ട് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. പാരന്റിങ് നല്ലതായതുകൊണ്ട് ഫ്യൂച്ചറിൽ ആ കുട്ടി സക്സസ് ആവണം എന്നും ഇല്ല.
മെജോറിറ്റി ഓഫ് കേസസ് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് പേരുടെയും എന്താ പറയുക ചൈൽഡ്ഹുഡും വളരെ വിഷമകരമായിട്ടുള്ള ചൈൽഡ്ഹുഡിൽ നിന്നൊക്കെ വന്ന് സക്സസ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ മെജോറിറ്റി ഓഫ് കേസസിൽ ഈ ഒരു നെഗ്ലക്ട് ചെയ്യപ്പെട്ട കുട്ടികളൊക്കെയാണ് കൂടുതലും സബ്സ്റ്റൻസ് അബ്യൂസ് എന്ന് പറയുന്ന ആ ഒരു ഇതിലേക്കൊക്കെ പൊതുവെ പോവാറുള്ളത്. പിന്നെ ഇവർക്ക് ഫ്യൂച്ചറിൽ അറ്റാച്ച്മെന്റ് ഡിസോർഡർ അല്ലെങ്കിൽ അറ്റാച്ച്മെന്റ് ഇഷ്യൂസ് വരാറുണ്ട്. റിലേഷൻഷിപ്പിലൊന്നും ഇവർക്കില്ല. ഇവർക്ക് അറ്റാച്ച്മെന്റ് ഭയങ്കര അതുപോലെ റിസ്കി ബിഹേവിയർ കാണിക്കാൻ തുടങ്ങും. അതായത് ഈ പറഞ്ഞ പോലെ റൂൾസ് വയലേറ്റ് ചെയ്യുക, റിസ്കി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, വയലൻസ് കാണിക്കുക. അതായത് നമുക്ക് നിയമപരമായിട്ട് തെറ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവർ ചെയ്യും. അതുപോലെ തന്നെ ഡിപ്രഷൻ ഭയങ്കര എന്താ പറയാ ലോങ് ടേം ആയിട്ടൊക്കെ തന്നെ നിൽക്കുന്ന അത്യാവശ്യം ഒരു ക്ലിനിക്കൽ മേജർ ഡിപ്രഷൻ പോലെയൊക്കെ ഉള്ള ആ ഒരു ഇതിലേക്കൊക്കെ ഇങ്ങനെയുള്ള കുട്ടികളാണ് പോവാറ്. ഓക്കെ. പിന്നെ സെപ്പറേഷൻ ആൻസൈറ്റി തുടക്കത്തിലൊക്കെ കാണിക്കാം കേട്ടോ. പാരന്റ്സിന്റെ നിന്നൊക്കെ മാറി സെപ്പറേറ്റ് ആയിട്ടൊക്കെ നിൽക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ ഇവർക്ക് കെയർ ഗിവറിൽ നിന്നാണ് നമുക്ക് ആ ഒരു അറ്റൻഷൻ കിട്ടേണ്ടത്. അപ്പം പെട്ടെന്ന് അച്ഛനും അമ്മയിൽ നിന്നും സെപ്പറേറ്റ് ആവുന്ന കുട്ടികൾക്ക് സ്റ്റാർട്ടിങ്ങിൽ ഒരു സെപ്പറേഷൻ ആൻസൈറ്റി, അത് വളരെ കുഞ്ഞു കുട്ടികൾക്കാണ് സെപ്പറേഷൻ ആൻസൈറ്റി ഉള്ളത്. ഒത്തിരി വലുതാവുമ്പോൾ അങ്ങനെ വരില്ല, ചെറുപ്പത്തിൽ അങ്ങനെയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. പിന്നീട് അതൊരു അറ്റാച്ച്മെന്റ് ഇഷ്യൂ, അറ്റാച്ച്മെന്റ് ഡിസോർഡേഴ്സിലേക്കൊക്കെ പോകുന്നത്. അപ്പം ഇത്രയും ക്ലിയർ ആണോ? നമുക്ക് ടൈപ്സ് കഴിഞ്ഞു കേട്ടോ. ഓക്കെ. ഇനി നമുക്ക് ജസ്റ്റ് ഇത് കുറച്ചേ ഉള്ളൂ. റോങ് പാരന്റിങ് എന്ന് പറഞ്ഞില്ലേ, നമ്മൾ ഒരു 3 ടൈപ്പ് ഓഫ് പാരന്റിങ്. നമ്മൾ ഏറ്റവും ബെസ്റ്റ് പാരന്റിങ് അതോറിറ്റേറ്റീവ് ആണ്. നമ്മൾ അല്ലാതെ 3 പാരന്റിങ് പറഞ്ഞില്ലേ, അതും ലിങ്ക് ചെയ്തിട്ടുള്ള സൈക്കോളജിക്കൽ റിസ്ക് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ഓക്കെ. അതോറിറ്റേറിയൻ പാരന്റിങ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി എന്താണ്, പാരന്റ് ഡ്രിവൺ ആണ് അല്ലെ. എല്ലാ പാരന്റ്സിന്റെ ഒരു സ്ട്രിക്റ്റ് പാരന്റിങ് എന്നൊക്കെ പറയാം. അപ്പം ഈ ടൈപ്പ് ഓഫ് പാരന്റിങ്ങിൽ മെയിൻ ആയിട്ട് ഇവർക്ക് ഫ്യൂച്ചറിൽ വരാൻ ചാൻസ് ഉള്ള ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് ആൻസൈറ്റി ഡിസോർഡർ ആണ്, രണ്ടാമത്തത് ഡിപ്രഷൻ, മൂന്നാമത്തത് OCD, അതുപോലെ തന്നെ BPD വരാം. BPD ആണ് ഹൈ ചാൻസ്. ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് എന്താണ്, അതിന്റെ ഫീച്ചർ എന്ന് പറയുന്നത് ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി ആണ്. പല ടൈപ്പ് മൂഡ് സ്വിങ്സ്, അതുപോലെ തന്നെ ഇമോഷണലി ഭയങ്കര വൾണറബിൾ ആയിട്ടുള്ള നേച്ചർ, ഭയങ്കര ദേഷ്യം, അതുപോലെ തന്നെ എക്സ്ട്രീം സങ്കടം വന്നാൽ എക്സ്ട്രീം സങ്കടം, സന്തോഷം വന്നാൽ അത്രയും സന്തോഷം, ഒരു പ്രത്യേകതരം മൂഡ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അവർക്കൊരു സ്റ്റേബിൾ ആയിട്ടൊരു ഇമോഷൻ ഇല്ല. അങ്ങനത്തെ ഒരു കണ്ടീഷനാണ് ബോർഡർ ലൈൻ. ഈ ബോർഡർ ലൈൻ വരാനുള്ള മെയിൻ റൂട്ട് കോസ് ചെറുപ്പത്തിലുള്ള പാരന്റിങ് ട്രോമാസ് ആണ് എന്നാണ് പൊതുവെയുള്ള BPD എക്സാക്ട് കോസ് അത്ര എന്താ പറയുക അൺനോൺ ആണ്. എന്നാലും ഇപ്പോഴത്തെ ഫൈൻഡിങ്സ് വെച്ചിട്ട് പൊതുവെ BPD കോസ് പാരന്റിങ് ആയിട്ട് വരാറ്. വളരെ ചെറുപ്പത്തിൽ ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള പാരന്റിംഗ് നിന്നൊക്കെ വളർന്ന കുട്ടികൾക്ക് ഫ്യൂച്ചറിൽ ഇമോഷണലി ഒക്കെ ഒരുപാട് അൺസ്റ്റേബിൾ ബിഹേവിയർ ഒക്കെ അവർ കാണിക്കാറുണ്ട്. BPD ആണ് മെയിൻ ആയിട്ട് ഈ അതോറിറ്റേറിയൻ പാരന്റിംഗിൽ നിന്ന് കിട്ടുന്ന റിസ്ക് എന്ന് പറയുന്ന BPD, അതുപോലെ തന്നെ ആൻസൈറ്റി ആണ്. OCD ഒക്കെ വളരെ കുറച്ച് റേറ്റിലേ വരാറുള്ളൂ. ഡിപ്രഷൻ, ആൻസൈറ്റി, BPD ആണ് കോമൺ ആയിട്ട് വരുന്നത്. ഇനി അടുത്തത് പെർമിസീവ് പാരന്റിംഗിൽ റിലേറ്റഡ് ആയിട്ടുള്ള റിസ്ക് എന്ന് പറയുന്നത് ADHD. പെർമിസീവ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു കംപ്ലീറ്റ്ലി ചൈൽഡ് ഡ്രിവൺ ആണ്. കുട്ടിക്ക് എല്ലാം ചെയ്യാനുള്ള ഒരു കൺട്രോൾ ഇല്ലാത്ത രീതിയിലുള്ള പാരന്റിംഗ് ആണ്. എല്ലാം കുട്ടികളുടെ ഇഷ്ടത്തിലേക്ക് വിട്ടുകൊടുക്കുന്ന സമയത്ത് അവരുടെ ബിഹേവിയർ ഒരുപാട് വേഴ്സ് ആകും. സോ അത് ലേറ്റർ ADHD പോലെയുള്ള അറ്റൻഷൻ ഡെഫിസിറ്റ്, ഹൈപ്പർ ആക്ടിവിറ്റിയിലേക്ക് പോകും. അതുപോലെ തന്നെ കണ്ടക്ട് ഡിസോർഡർ, ഇതുപോലെ സബ്സ്റ്റൻസ് അബ്യൂസ്, അതുപോലെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ ഇതുപോലെ അതിലേക്കൊക്കെ പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ അഡിക്ഷൻ ടെൻഡൻസീസ്. അഡിക്ഷൻ എന്ന് പറയുമ്പോഴത്തേനും ഈ സബ്സ്റ്റൻസ് അബ്യൂസിലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് തന്നെ അങ്ങനത്തെ ടെൻഡൻസീസ് വരാറുണ്ട്. അതിന്റെ റീസൺ എന്ന് പറയുന്നത് നമ്മളൊരു ബൗണ്ടറി സെറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, കുട്ടിക്കായിട്ട് നമ്മളൊരു ബൗണ്ടറി പാരന്റ്സ് കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ ഇവർക്ക് ഭയങ്കര ഇമ്പൾസ് കൺട്രോൾ വളരെ കുറവാണ്. ഒരു ആഗ്രഹം വന്നാൽ, അല്ലെങ്കിൽ ഒരു താല്പര്യം, അല്ലെങ്കിൽ ഒരു ആഗ്രഹം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇവർക്കത് കൺട്രോൾ ചെയ്യുക അങ്ങനൊന്നും അവർക്ക് അറിയില്ല. അതായത് ഒരു പെട്ടെന്നൊരു ഇമ്പൾസ് വന്നാൽ അവർക്ക് അപ്പം അത് കിട്ടണം എന്നുള്ള ഒരു ഇതുണ്ടല്ലോ ADHD കുട്ടികളൊക്കെ പോലെ തന്നെ. അപ്പം അങ്ങനത്തെ ഒരു ലോ പുവർ ഇമ്പൾസ് കൺട്രോൾ ആണ് ഇവർ പലപ്പോഴും കാണിക്കുക. ഓക്കെ. പിന്നെ നേരത്തെ പറഞ്ഞ അതോറിറ്റേറിയൻ പാരന്റിങ്ങിൽ ഈ കുട്ടി ഇതുപോലെ തന്നെ ഡിസോർഡേഴ്സ് ഒക്കെ കാണിക്കുന്നത് മെയിൻ ആയിട്ട് എന്റെ റീസൺ എന്ന് പറയുന്ന ഒരു ഫിയർ ആണ് അവിടുത്തെ മെയിൻ കീ പോയിന്റ് എന്ന് പറയുന്നത്. എല്ലാം പാരന്റ്സ് തന്നെ
എന്താ പറയുക സ്ട്രിക്റ്റ് ആയി മാറുമ്പോൾ ഇതൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത് ഒരു പേടി നിന്നാണ്. ഞാൻ അത് വിട്ടുപോയത്. ഓക്കെ, ഇവിടെ ഈ ഒരു കേസിൽ പെർമിസീവില് ബൗണ്ടറീസ് ഒന്നും സെറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ ഒരു ലേറ്റർ ഓൺ ഒരു ഇതിലേക്ക് പോകുന്നത്. ഇനി തേർഡ് വൺ, നെഗ്ലക്റ്റീവ് പാരന്റിങ്ങിൽ എന്തൊക്കെയാണ് റിസ്കുകൾ എന്നുള്ളത്. ഓക്കെ, നെഗ്ലക്ട്ഫുള്ളിൽ വരുന്നത് അറ്റാച്ച്മെന്റ് ഡിസോർഡർ. മെയിൻ ആയിട്ട് അറ്റാച്ച്മെന്റ് പ്രോബ്ലംസ് വരാം ഫ്യൂച്ചറിൽ. അറ്റാച്ച്മെന്റ് ഒരു എല്ലാത്തിനോടൊരു ഇതാണ് അവർക്ക്, എന്താ പറയാ, ഇതും വിട്ടു പോവോ, അല്ലെങ്കിൽ ഫ്യൂച്ചർ റിലേഷൻഷിപ്പ് അങ്ങനെ വന്നാൽ തന്നെ അവർക്കൊരു പേടിയാണ്, ഇതും എത്ര നാളത്തേക്ക്, അല്ലെങ്കിൽ ഇതും ഫ്യൂച്ചറിൽ വിട്ടു പോവോ എന്നുള്ള ഒരു അറ്റാച്ച്മെന്റ് ഇഷ്യൂസ് ഒക്കെ ആ റിലേഷനിൽ കാണിക്കും. അതുപോലെ സബ്സ്റ്റൻസ് അബ്യൂസ് ഉണ്ട്. അതുപോലെ PTSD, മെയിൻ ആയിട്ട് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ. അതെന്നും ഒരു നൈറ്റ് മെയർ ആയിട്ട് ഉണ്ടാവും കുട്ടികളുടെ മനസ്സിൽ. എപ്പോഴും ആ ഒരു പോസ്റ്റ് ട്രോമാറ്റിക്, ആ ഒരു ചൈൽഡ്ഹുഡിന്റെ ബാക്കിയായിട്ട് ഫ്യൂച്ചറിൽ ഇങ്ങനത്തെ പല കാര്യങ്ങളും ഉള്ളിലുള്ളതെല്ലാം ട്രിഗർ ചെയ്തിട്ട് ഫ്യൂച്ചറിൽ അതൊരു PTSD പോലൊരു കണ്ടീഷനിലേക്ക് പോകാൻ ചാൻസസ് ഉണ്ട്. ഇനി ഇതൊന്നും അല്ലാതെ വേറെ ഒരു ഇതെന്ന് പറയുന്നത് ഇൻകൺസിസ്റ്റന്റ് പാരന്റ്. അതൊരു ഒരു ടൈപ്പ് അല്ല. അതായത് ഈ ഒരു 3 ടൈപ്പിലും പെടാതെ പാരന്റിങ്ങിലുള്ള പൊതുവെയുള്ള ചില പ്രശ്നങ്ങൾ കാരണം വരുന്ന ചില പ്രശ്നങ്ങളാണ് ഒരു മിക്സഡ് ടൈപ്പ് എന്നൊക്കെ പറയില്ല, മിക്സഡ് ഇൻകൺസിസ്റ്റന്റ് പാരന്റിങ്. അതായത് ഈ 3 ടൈപ്പും കറക്റ്റ് ആയിട്ട് അതുപോലെ തന്നെ വരണം എന്നില്ല, അല്ലാതെ വേറെ ടൈപ്പ് ഓഫ് പാരന്റിങ് മിക്സ് ആയിട്ട് വരുന്ന ടൈപ്പിലൊക്കെ വരുന്നതാണ് കൺഫ്യൂഷൻ. കുട്ടിക്ക് ചില കൺഫ്യൂഷൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ, അതുപോലെ തന്നെ ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി, അതുപോലെ തന്നെ ബോർഡർ ലൈൻ ട്രൈറ്റ്സ്, ഇതൊക്കെ ഒരു ചെറിയ റിസ്ക് ഫാക്ടർ ആയിട്ട് വരാറുണ്ട്. അത് ഈ പറഞ്ഞ പോലെ നെഗ്ലക്ട്ഫുള്ളിലോ പെർമിസീവിലോ അതോറിറ്റേറ്റീവിലോ അതോറിറ്റേറിയനിലോ തന്നെ വരണമെന്നില്ല. ഇതിൽ 4ലും പെടാത്ത ടൈപ്പ് വേറെ ടൈപ്പ് ഓഫ് എന്തെങ്കിലുമൊക്കെ പാരന്റിങ്ങിൽ പെട്ടെന്ന് ഉണ്ടാവുന്ന ഒരു ഇമോഷണൽ ട്രിഗറിങ് ഫാക്ടർ ഒക്കെ കൊണ്ട് ലോങ് ടേമിൽ വരാൻ ചാൻസ് ഉള്ള ചില റിസ്ക് ഫാക്ടറാണ് ഈ ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി, കൺഫ്യൂഷൻസ് ഒക്കെ. ഇത്രയാണ് നമുക്ക് എന്താണ് വേഴ്സ് പാരന്റിങ് സ്റ്റൈൽ ആൻഡ് സൈക്കോസോഷ്യൽ ഡിസോർഡേഴ്സിൽ നമുക്ക് പറയാനുള്ള ഈ ഒരു ഏരിയ കഴിഞ്ഞു. ഇനി നമുക്ക് ലാസ്റ്റ് പോയിന്റിലേക്ക് നമ്മൾ പോകുന്നത്. ലാസ്റ്റ്, ഇഫക്റ്റീവ് പാരന്റിങ് ടെക്നിക്സ്. അതാണ് നമുക്ക് കൺക്ലൂഡിങ് ഏരിയ എന്ന് പറയുന്നത്. ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആണോ? ഓക്കെ. ഇനി ഇഫക്റ്റീവ് പാരന്റിങ് ടെക്നിക്സ്, നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് ഇഫക്റ്റീവ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന, കുട്ടിക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഇഫക്റ്റീവ് പാരന്റിങ് ടെക്നിക്സ് എന്തൊക്കെയാണ്? ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറയും, നിങ്ങൾ പറ്റുന്നവരൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. പറ്റുന്നവരൊക്കെ ഏകദേശം ഒരു 10 പോയിന്റ്സ് ഉണ്ട്. ജസ്റ്റ് അതൊക്കെ ഒന്ന് നിങ്ങൾ ജസ്റ്റ് പോയിന്റ് മാത്രം ഒന്ന് എഴുതി വെക്കുക. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കൺസിസ്റ്റന്റ് റൂൾസ് ആണ്. അതായത് നമ്മൾ സ്ഥിരമായിട്ട് നമുക്ക് കുട്ടിക്ക് ഒരു റൂൾ നമ്മൾ കൊടുക്കുക. അതായത് നമ്മൾ ഒരിക്കലും കുട്ടിയോട് പറയുന്ന കാര്യം നമ്മൾ മറ്റു ദിവസം മാറ്റി പറയരുത്. അതായത് ഒരു കാര്യം നമ്മൾ ഇന്ന് അലോ ചെയ്യും, എന്നാൽ നാളെ നമ്മളത് അതിനെ വഴക്ക് പറയും. അതായത് ഇന്ന് നമ്മൾ ആ കുട്ടിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം നമ്മൾ ചെയ്തു കൊടുത്തിട്ട് അടുത്ത ദിവസം അത് ചെയ്യരുത്, അത് തെറ്റാണ്, അല്ലെങ്കിൽ ആ കാര്യത്തിന് അടുത്ത ദിവസം ആ കുട്ടിയെ ശാസിക്കുക. അത് കുട്ടിക്ക് എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വേഴ്സ്റ്റ് അപ്രോച്ചാണ്. അതായത് അത് ലേറ്റർ ഓൺ അതൊരു ഇൻകൺസിസ്റ്റൻസിയാണ്. അതായത് കുട്ടിക്ക് സ്വന്തമായിട്ട് എന്താ പറയാ കാര്യങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഒരു കൺഫ്യൂഷനിലേക്കൊക്കെ അത് ലീഡ് ചെയ്യും. ലാസ്റ്റ് തെറ്റ് ഏതാണ് ശരി ഏതാണ് എന്നുള്ളൊരു ഒരു ആ കുട്ടിക്ക് അങ്ങനെ ഒരു എന്താ പറയാ ഡിഫറൻസ് അറിയാൻ തന്നെ പാടായിരിക്കും, വേർതിരിക്കാൻ പ്രയാസമായിരിക്കും. ചില പാരന്റ്സ് അങ്ങനെയാണ്, ലൈക്ക് ഇന്ന് അവര് ഒരു കാര്യം അനുവദിച്ചു കഴിഞ്ഞാൽ നാളെ അത് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പം ആ കുട്ടി എന്താ വിചാരിക്കുമോ, അപ്പം അതെന്തോ തെറ്റുണ്ടല്ലോ, അല്ലെങ്കിൽ ഇന്ന് അനുവദിക്കുമ്പോൾ ആ കുട്ടി വിചാരിക്കും അപ്പൊ കുഴപ്പമില്ല, അടുത്ത ദിവസം മാറ്റി പറയുന്ന സമയത്ത് ആ കുട്ടിക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ അവിടെ ഡെവലപ്പ് ചെയ്യും. അപ്പൊ നമ്മൾ എപ്പോഴും ഒരു കൺസിസ്റ്റൻസി അവിടെ മെയിൻറ്റെയിൻ ചെയ്യുക. ഒരു ഇൻകൺസിസ്റ്റൻസി അല്ല. എന്ത് കാര്യത്തിലും നമ്മളൊരു കുട്ടിയുടെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണ് എന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്ന് തന്നെ പറയാം. ഒരിക്കൽ അതൊരു കാര്യം ആ കുട്ടിക്ക് വേണ്ടി നമ്മളത് ഒരു റെസ്ട്രിക്ഷൻ വെച്ചിട്ട് അത് പിന്നീട് അത് മാറ്റി അത് ഫേവറബിൾ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് ഒരിക്കലും അവർ നമുക്ക് വാല്യൂ തരില്ല, പാരന്റ്സിന് വാല്യൂ ഉണ്ടാവില്ല, കുട്ടിക്ക് കൺഫ്യൂഷൻ ആവും. സോ നമ്മൾ ഓൾവേസ് യു ഹാവ് ടു കീപ്പ് എ കൺസിസ്റ്റന്റ് റൂൾ. അതാണ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. എന്താ പറയാ, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഹൈ വോം പ്ലസ് ക്ലിയർ ബൗണ്ടറീസ്. അതായത് ഇവിടെ എന്ന് പറയുമ്പോഴത്തേനും നേരത്തെ പറഞ്ഞ അതോറിറ്റേറ്റീവ് ബെസ്റ്റ് പാരന്റിങ്ങില് ഒരു ടെക്നിക്കാണ്. ഇവിടെ നമ്മൾ കൊടുക്കുന്നത് ഹൈ വോം, അതായത് അത്രയും നമ്മൾ നല്ല സ്നേഹം കൊടുക്കുക, അതിനോടൊപ്പം തന്നെ ക്ലിയർ ആയിട്ടുള്ള ബൗണ്ടറീസ്. രണ്ടും വേണം, ലവും വേണം കൺട്രോളും വേണം. ഇത് രണ്ടും നമ്മളൊരു ബാലൻസ് ആയിട്ട് തന്നെ എപ്പോഴും കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുക. ഒരിക്കൽ പോലും കുട്ടിക്ക് എന്താ പറയാ നമ്മളടുത്ത് ഓരോ കാര്യങ്ങൾ ഒന്ന് പറയാനായിട്ട് കുട്ടി ഒരിക്കലും മടിക്കരുത്. കാരണം നമ്മൾ എപ്പോഴും ആ കുട്ടിയുടെ കാര്യത്തിൽ ഒരു ഇത് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും സ്ട്രിക്റ്റ് ആയിട്ട് ഫ്രീഡം കൊടുക്കാതെ കമ്മ്യൂണിക്കേഷൻ വെക്കാതെ പോയി കഴിഞ്ഞാൽ ഒരു കാര്യവും
നമ്മളടുത്ത് വന്ന് പറയാത്തൊരു സിറ്റുവേഷനിലേക്ക് പോകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ കൂടെ തന്നെ ഒരു അറ്റാച്ച്മെന്റ്, പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ, ലവ്, അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളൊരു കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ഒരു ചെറിയൊരു ബൗണ്ടറി നമ്മൾ എപ്പോഴും സെറ്റ് ചെയ്ത് കൊടുക്കുക. ഒരു പെർട്ടിക്കുലർ ഏജ് വരെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഒരുപാട് സ്ട്രിക്റ്റ് ആകുന്നത് ഫിയറിലേക്കും അതുപോലെ ഒരുപാട് ലീനിയന്റ് ആകുന്നത് ഒരു ഡിസിപ്ലിൻ ഇല്ലായ്മയിലേക്കാണ് കൊണ്ടുപോകും. എന്ത് കൂടിയാലും പ്രശ്നമാണ്. ഒരുപാട് സ്ട്രിക്റ്റ് ആയാലും പ്രശ്നമാണ്, ഒരുപാട് ഫ്രീഡം കൊടുത്താലും പ്രശ്നമാണ്. ഒരു മെയിൻറ്റെയിൻ എ ബാലൻസ് ബിറ്റ്വീൻ ദീസ് ടു. ഓക്കെ. തേർഡ് പോയിന്റ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആണ്. ഇത് നമ്മൾ സൈക്കോളജിയിലൊക്കെ നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ഒക്കെ. ഓക്കെ. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എല്ലാവർക്കും അറിയായിരിക്കും. നമ്മളൊരു നല്ലൊരു ബിഹേവിയർ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിനെ പ്രോത്സാഹിപ്പിക്കുക. അതായത് നല്ല ബിഹേവിയർ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ അവർക്ക് എന്ത് ചെയ്യുക, അവരെ ആക്നോളജ് ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് ഗിഫ്റ്റ് എന്തെങ്കിലും കൊടുക്കുക. നല്ല കാര്യം ചെയ്താൽ നമ്മൾ നല്ലതാന്ന് തന്നെ പറയുക, അപ്പൊ തന്നെ പറയുക, അപ്രിഷിയേറ്റ് ചെയ്യുക. അവർ റെക്കഗ്നേഷൻ കുട്ടികൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. ഒരു നല്ലൊരു മാർക്ക് മേടിച്ചിട്ട് വന്നു, അല്ലെങ്കിൽ ക്ലാസ്സിൽ നല്ലൊരു എന്താ പറയാ ഉത്തരം പറഞ്ഞു, ടീച്ചർ ചോദിച്ചപ്പോൾ ഞാൻ ആൻസർ പറഞ്ഞു, അല്ലെങ്കിൽ എന്തെങ്കിലും ഗെയിം കളിക്കാൻ പോയപ്പോ ഞാൻ ജയിച്ചു, അല്ലെന്നുണ്ടെങ്കിൽ ഞാനിന്ന് ഹോംവർക്ക് തന്നെ ചെയ്തു, ഹെൽപ്പ് ഇല്ലാതെ ഞാൻ ചെയ്തു. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെറിയ കാര്യങ്ങളായിരിക്കാം. പക്ഷെ ആ ഒരു നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും കുട്ടികളെ അപ്രിഷിയേറ്റ് ചെയ്യാനായിട്ട് മടിക്കുകയോ ചെയ്യരുത്. ഇപ്പോഴും നമ്മൾ ഒരു കുട്ടിക്ക് പണിഷ്മെന്റ് മാത്രം കൊടുക്കുന്നത് അത് വളരെ ഇൻഎഫക്റ്റീവ് ആണ്. അതുകൊണ്ട് യാതൊരു ഗുണവും ഇല്ല. കുട്ടിക്കാണ് പ്രശ്നങ്ങളെല്ലാം വരിക. കുട്ടിക്കും പ്രശ്നമാണ്. ഫ്യൂച്ചറിൽ ഇതെല്ലാം കൊടുത്ത പാരന്റ്സിനും ഒരു ഫ്രസ്ട്രേഷൻ, ഗിൽട്ട് എല്ലാം ഫ്യൂച്ചറിൽ തിരിച്ചായിരിക്കും വരിക. ചെറുപ്പത്തിൽ കുട്ടിക്ക് കൊടുത്ത കാര്യങ്ങളൊക്കെ തന്നെ ഫ്യൂച്ചറിൽ അത് തിരിച്ചു കിട്ടുമ്പോൾ പാരന്റ്സിനും ലോങ് ടേമിൽ അത് പ്രശ്നമാണ്. സോ എപ്പോഴും നമ്മൾ പണിഷ്മെന്റ്സ് മാത്രം കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഫിയർ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതല്ലാണ്ട് പ്രത്യേകിച്ച് അതുകൊണ്ട് യാതൊരു അഡ്വാൻറ്റേജും ഇല്ല. നമ്മൾ റിയാലിറ്റിയിൽ നമ്മൾ എന്താ പറയാ, ഒരു കുട്ടിയോട് നമ്മളൊരു കാര്യം എന്ത് ചെയ്യരുത് എന്നല്ല നമ്മൾ പറയേണ്ടത്, എന്ത് ചെയ്യണം എന്നാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത്. എന്ത് ചെയ്യരുത് എന്ന് പഠിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യണം എന്നൂടെ പഠിപ്പിക്കണം. ഇല്ലെങ്കിൽ അവർക്ക് കറക്റ്റായിട്ട് എന്താ കാര്യം ചെയ്യേണ്ടത്, എന്താ ചെയ്യേണ്ടാത്തത് എന്നൊരു ഒരു ക്ലാരിറ്റി അവർക്ക് ഉണ്ടാവില്ല. ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് ആക്റ്റീവ് ലിസണിങ് ആണ്. നമ്മൾ ശ്രദ്ധയോടെ അവരെ കേൾക്കുക. നമ്മളൊരു ചൈൽഡ് ഒരു കാര്യം നമ്മളോട് ഒന്ന് പറയുന്ന സമയത്ത് നമ്മൾ അവരെ ഇന്ററപ്റ്റ് ചെയ്യരുത്. ഇന്ററപ്റ്റ് ചെയ്യാതെ അവരെ കേട്ടുകൊണ്ടിരിക്കുക. ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു കാര്യം അവർ പറഞ്ഞ ഉടനെ തന്നെ അതിനെ ജഡ്ജ് ചെയ്യാതിരിക്കുക, അത് അവോയ്ഡ് ചെയ്യുക. ഓക്കെ. ഇമ്മീഡിയറ്റ് ജഡ്ജ്മെന്റ് അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് ലിസൺ ചെയ്യാൻ. നമ്മളെപ്പോഴും പാരന്റ്സ് എപ്പോഴും നല്ലൊരു ലിസണർ ആയിരിക്കണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ സെഷനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ളത് പാരന്റ്സ് എപ്പോഴും നല്ലൊരു ലിസണർ ആയി. എത്ര സമയം ഇല്ലാതിരുന്നാൽ പോലും അവർ ഒരുപാട് സന്തോഷത്തോടെ അല്ലെങ്കിൽ സങ്കടത്തോടെ ഓടി വന്നൊരു കാര്യം നമ്മളോട് പറയാനായിട്ട് ഇരിക്കുന്ന സമയത്ത് അവരെ കേട്ടിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ആ സമയം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ലിസണിങ് ആണ്. സോ അവരത് പറയുമ്പോൾ നമ്മൾ തിരക്കാണെങ്കിൽ പോലും ഇടയിൽ ഇന്ററപ്റ്റ് ചെയ്യാതിരിക്കുക. റിയാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എന്താ പറയുക, ഇതൊന്നും ശ്രദ്ധിക്കാത്ത പാരന്റ്സിനോട് കുട്ടി പിന്നീട് യാതൊരു കാര്യങ്ങളും ഷെയർ ചെയ്യില്ല. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ആ കുട്ടിക്കൊരു തോന്നൽ വരും, ലൈക്ക് ഞാൻ എന്ത് പറഞ്ഞാലും കേൾക്കാൻ അച്ഛനും അമ്മയും ഉണ്ട്, അവരുടെ സൊല്യൂഷൻ എനിക്ക് പറഞ്ഞു തരും, എനിക്കൊരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നവരാണ് അവർ, എനിക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവരുണ്ട് എന്നൊരു കോൺഫിഡൻസ്, ഒരു അഷുറൻസ് അവർക്ക് കിട്ടും. പക്ഷെ ഒരു പ്രാവശ്യം നമ്മൾ അവരുടെ ആ ഒരു കാര്യം നമ്മൾ ലിസൺ ചെയ്തില്ല, അല്ലെങ്കിൽ അത് ഇന്ററപ്റ്റ് ചെയ്തു, നമ്മൾ കേൾക്കാൻ നിന്ന് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ അത് ശ്രദ്ധിക്കാനായിട്ട്, അത് മാനിപ്പുലേറ്റ് ചെയ്യാൻ പുറത്ത് വേറെ ഒരുപാട് ആൾക്കാരുണ്ടാവും. ചെറുപ്പത്തിലല്ല, വളരെ ചെറുപ്പത്തിലും ഉണ്ടാവും, ഫ്യൂച്ചറിലും ഉണ്ടാവും. വീട്ടിൽ ആ ഒരു ശ്രദ്ധയും അണ്ടർസ്റ്റാൻഡിങ്ങും ആ ഒരു നമ്മളെ കേൾക്കാൻ ആരുമില്ല എന്ന് തോന്നി വളരുന്ന ഒരു കുട്ടി ഫ്യൂച്ചറിലേക്ക് അങ്ങനെ ആരെങ്കിലും കേൾക്കാൻ എന്നുള്ള രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്ത് വന്നാൽ പോലും ആ കുട്ടിക്ക് അറിയത്തില്ല അയാൾ കറക്റ്റ് ആയിട്ടുള്ള ആളാണോ, സിൻസിയർ ആണോ, ഫേക്ക് ആണോ. വീട്ടിലത് കേൾക്കാൻ ആളുണ്ടെങ്കിൽ അത് പുറത്ത് പോയി പറയേണ്ട കാര്യമില്ല. അപ്പൊ നമുക്കത് കേൾക്കാൻ ആരും ഇല്ലെന്ന് തോന്നുന്നതുകൊണ്ടാണ് പുറത്ത് ആരെങ്കിലും ആ കുട്ടിയുടെ ഒരു സ്നേഹം കാണിക്കുമ്പോൾ അത് വിശ്വസിച്ച് അങ്ങടേക്ക് പോയി എല്ലാം പറഞ്ഞ് പിന്നെ അത് വേറൊരു ഇഷ്യൂലേക്ക് പോകുന്നത്. മാനിപ്പുലേറ്റ് ചെയ്യാൻ പുറത്ത് വേറെ ഒരുപാട് ആൾക്കാരുണ്ട് സൊസൈറ്റി. നമ്മൾ അങ്ങനെ അത്രയും വലിയൊരു എന്താ പറയുക, അങ്ങനെ സൊസൈറ്റിയിൽ നമ്മൾ ജീവിക്കുന്നു. സോ എപ്പോഴും നമ്മൾ വീട്ടിൽ ആ ഒരു ചെറിയൊരു ശ്രദ്ധക്കുറവ്, ആ ഒരു കാരണം കൊണ്ട് വേറെ പല പ്രശ്നങ്ങളിലേക്കും പോകാനായിട്ട് പിന്നീട് അതൊരു കാരണമായേക്കാം. സോ അങ്ങനെ കേൾക്കാത്തവരടുത്തോട്ട് കുട്ടി ഒന്നും തന്നെ പിന്നെ പറയാനായിട്ട് ഷെയർ ചെയ്യാൻ വരില്ല അവർ. സോ അതാണ് ഫോർത്ത് പോയിന്റ്. പിന്നെ ഫിഫ്ത്ത് പോയിന്റ് എന്ന് പറയുന്നത് നാച്ചുറൽ കോൺസിക്വൻസസ് ആണ്. അതായത് ചെറിയ തെറ്റുകൾക്ക് നമ്മൾ എന്താ പറയാ
ചെറിയ നാച്ചുറൽ ആയിട്ടുള്ള ഒരു എന്താ പറയാ ഇതിലേക്ക്, അതായത് ഫോർ എക്സാമ്പിൾ ഹോംവർക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ടീച്ചർ എന്താ പറയാ വഴക്ക് പറയും, അല്ലെ ടീച്ചർ ശിക്ഷിക്കും എന്നുള്ള ആ ഒരു ഇത് അവർക്ക് പറഞ്ഞു തന്നെ കൊടുക്കുക. അതായത് ചെറിയ ചെറിയ തെറ്റുകൾക്ക് നാച്ചുറൽ ആയിട്ടുള്ള റിസൾട്ട് അവർക്ക് അനുഭവിക്കാൻ അവരെ വിടുക. അതായത് നമ്മൾ അവരെ ഫോഴ്സ് ചെയ്യണ്ട. ഇപ്പൊ ഹോംവർക്ക് ചെയ്യാൻ താല്പര്യമില്ല, അടിച്ച് ഹോംവർക്ക് ചെയ്യിപ്പിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഇങ്ങനെ പറയുക, ഹോംവർക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്താ പറയുക നമുക്ക് പണിഷ്മെന്റ് കിട്ടും. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ബി റെഡി ടു ഫേസ് എ കോൺസിക്വൻസസ് ഇഫ് യു ഹാവ് ഡൺ എ മിസ്റ്റേക്ക്. നീ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അതിന് വരാൻ പോകുന്ന കോൺസിക്വൻസസും കൂടി ഫേസ് ചെയ്യാനായിട്ട് നീ റെഡി ആയിരിക്കുക എന്നുള്ളത് പറഞ്ഞു വെക്കുക. ചെറിയ ചെറിയ തെറ്റുകളൊക്കെ അവർ ഫേസ് ചെയ്ത് തന്നെ പഠിക്കണം. നമ്മൾ അടിച്ച് അവരെ പണിഷ് ചെയ്ത് ചെയ്യിപ്പിക്കുന്നതിനേക്കാളും ആ ഹോംവർക്ക് ചെയ്തില്ലെങ്കിൽ നാളെ പോകുമ്പോൾ ടീച്ചർ നിനക്ക് വഴക്ക്, ടീച്ചർ നിന്നെ അടിക്കും, അത്രേ ഉള്ളൂ. നമ്മളായിട്ടൊന്നും ചെയ്യണ്ട. അടുത്ത ദിവസം പോകുന്ന സമയത്ത് അവനെ റിസൾട്ട് നേരിട്ട് അനുഭവിക്കട്ടെ. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ടീച്ചർ വഴക്ക് പറയുന്ന സമയത്ത് അത്രയും പേരുടെ മുന്നിൽ വഴക്ക് പറയുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന പണിഷ്മെന്റിനേക്കാൾ ഇഫക്റ്റീവ് ആണ് റിയൽ ആയിട്ടൊരു സിനാരിയോ അവരെ അനുഭവിക്കാൻ വിടുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങൾ, ചെറിയ തെറ്റുകൾക്ക് എപ്പോഴും ഒരു നാച്ചുറൽ റിസൾട്ട് അവരെ നമ്മൾ ഫേസ് ചെയ്ത് പഠിപ്പിക്കുക. പറഞ്ഞിട്ട് നമുക്ക് മനസ്സിലായില്ലെങ്കിൽ നമ്മൾ ശിക്ഷിച്ച് അടിച്ച് ചെയ്യിപ്പിക്കുന്നേക്കാളും നല്ലത് ഫേസ് ചെയ്തു, അല്ലെങ്കിൽ ഓക്കെ പൊക്കും, അല്ല എന്താ വെച്ചാൽ ചെയ്തു എന്നുള്ളൊരു സംഭവത്തിലേക്ക് പോയി അടുത്ത ദിവസം ഒരു കറക്റ്റ് ആയിട്ട് അത് ചെയ്യും. കാരണം അത് പണിഷ്മെന്റിനേക്കാളും സ്ട്രോങ് ആണ്. അത് റിയൽ ആയിട്ട് ആ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യും. പിന്നീട് അവർ നമ്മൾ പറയാതെ തന്നെ തന്നെത്താനെ ചെയ്യാൻ ഒരു ചെറിയൊരു നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് അവിടെ കിട്ടുമ്പോൾ ആ ഒരു അൺപ്ലസന്റ് ആയിട്ടുള്ള ഒരു സ്റ്റിമുലസ് മാറും, ഓട്ടോമാറ്റിക്കലി അത് മാറും. ഇനി അടുത്തെന്ന് പറയുമ്പോൾ മോഡൽ ബിഹേവിയർ. അതായത് കുട്ടികളുടെ റോൾ മോഡൽ എപ്പോഴും അവരുടെ പാരന്റ്സ് തന്നെയാണ്. അപ്പം എന്താ പറയാ, നമ്മൾ എന്താണോ കാണിക്കുന്നത് ആ ഒരു ബിഹേവിയർ ആണ് കുട്ടി നമ്മളെ കയ്യിൽ നിന്ന് കോപ്പി ചെയ്യുന്നത്. അത് റെസ്പെക്ട്ഫുൾ ആകണം എന്ന് നമ്മൾ പറയുമ്പോ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് എന്താ പറയാ അത് നമ്മളെ കയ്യിൽ നിന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ആയിരിക്കണം. ഇപ്പൊ നമ്മൾ നമ്മുടെ കുട്ടിയെ നിന്ന് എക്സ്പെക്ട് ചെയ്യുമ്പോ നമ്മുടെ ഭാഗത്തു നിന്നും കുട്ടിക്ക് ആ ഒരു സാധനം തിരിച്ചു കിട്ടണം, അല്ലെങ്കിൽ ഇത് രണ്ട് യൂസ്ലെസ് ആണ്. സോ നമ്മുടെ ബിഹേവിയർ കോപ്പി ചെയ്തൊരു കുട്ടി വളരുമ്പോ നമ്മുടെ ബിഹേവിയർ ആ കുട്ടി കാണിക്കുള്ളൂ. ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട്. നമ്മൾ റെസ്പെക്ട് കൊടുക്കുക, അപ്പൊ ഓട്ടോമാറ്റിക്കലി നമ്മൾ ചോദിക്കാതെ തന്നെ കുട്ടി തിരിച്ചു തരും. അത് ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതാണ് മോഡൽ ബിഹേവിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഇപ്പം എന്താ പറയാ, കുട്ടികൾ കേൾക്കുന്നേക്കാളും കൂടുതൽ എന്താ പറയാ നമ്മളെ കാണുക ചെയ്യും, നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യുക ചെയ്യുന്നത്. നമ്മൾ എന്താണോ നമ്മൾ കാണിക്കുന്നത് അതാണ് കുട്ടി കണ്ട് വളരുന്നത്. വികാരിയസ് ലേണിംഗ് എന്നൊക്കെ പറയില്ല, അതായത് നമ്മൾ ഇമിറ്റേറ്റ് ചെയ്ത് പഠിക്കുന്ന കാര്യം. ലേണിംഗിൽ നമ്മൾ പഠിച്ചിട്ടില്ലേ, ലേണിംഗിൽ നമ്മളിപ്പോ എന്താണ് ഒരാളെ കണ്ട് നമ്മൾ ഇമിറ്റേറ്റ് ചെയ്ത് പഠിക്കുന്നതാണ് വികാരിയസ് ലേണിംഗ്. അതുപോലെ കുട്ടികൾ നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് കണ്ടിട്ടാണ് അവരും കോപ്പി ചെയ്യുന്നത്. അപ്പൊ എപ്പോഴും കുട്ടികളുടെ റോൾ മോഡൽ പാരന്റ്സ് ആണ്. 7th പോയിന്റ്, നമ്മൾ ഓവർ ആയിട്ടുള്ള ഒരു ലവ് കുറയ്ക്കുക. എല്ലാം നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു അതെല്ലാം ലവ് അല്ല. ഓക്കെ, നമ്മൾ പാരന്റ്സ് കരുതുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നൊക്കെ അവർക്ക് സന്തോഷമാണ്, നമ്മൾ കൊടുക്കുന്നതൊക്കെ സ്നേഹമല്ലേ, നമ്മളെല്ലാം വാങ്ങി കൊടുക്കുന്നതൊക്കെ നമ്മുടെ ഇഷ്ട കൂടുതൽ കൊണ്ടാണല്ലോ, അതെല്ലാം ലവ് അല്ല. അതെല്ലാം കുറെയൊക്കെ നമ്മൾ സ്പോയിൽ ചെയ്യാണ് ആ കുട്ടിയെ. ഒരു ബൗണ്ടറീസ് സെറ്റ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് പല കാര്യങ്ങളിലും ഒരു എൻടൈറ്റിൽമെന്റ് അല്ലെങ്കിൽ ആ ഒരു വാല്യൂ ഉണ്ടാവില്ല. പല കാര്യങ്ങൾക്കും ഫ്യൂച്ചറിൽ അതൊരു എഫേർട്ട് പോലും ഇല്ലാതെ വേണം എന്നൊരു തോന്നലിലേക്ക് നമ്മൾ പോകും. സോ ഓവർ ആയിട്ടുള്ള ഒരു ലവ് അല്ലെങ്കിൽ ഇത് ഒരു കൺട്രോൾ ചെയ്യുക. പിന്നെ 8ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കാം ഡിസിപ്ലിൻ ആണ്. അതായത് നമ്മൾ എല്ലാ കാര്യവും നമ്മൾ വളരെ ശാന്തമായിട്ട് കേൾക്കുക, വളരെ കാമായിട്ട് കുട്ടികളോട് ബിഹേവ് ചെയ്യുക. അതായത് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് അവരെ അടിച്ച് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ പെട്ടെന്ന് ഷോർട്ട് ടേമിൽ പെട്ടെന്ന് ആ ഷോർട്ട് ടേമിൽ മാത്രമേ അത് വർക്ക് ചെയ്യുള്ളൂ. ഒരു പ്രശ്നം വന്നിട്ട് പെട്ടെന്ന് നമ്മൾ ഷൗട്ട് ചെയ്യാണ്, കുട്ടി സൈലന്റ് ആവുകയാണ്, അത് ഷോർട്ട് ടേമിലാണ്. ലോങ് ടേമിൽ നമ്മൾ ഒത്തിരി ഒച്ചയെടുത്ത് സംസാരിക്കും, ഇതൊക്കെ അവരുടെ ഉള്ളിൽ ഉണ്ടാവും. ഫ്യൂച്ചറിൽ അവർ പോലും അറിയാതെ ഒരു ആൻസൈറ്റിയിലേക്ക് ട്രിഗർ ആവുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ചെറുപ്പത്തിൽ ചിലപ്പോൾ അച്ഛനും അമ്മയൊക്കെ പെട്ടെന്ന് ആരുടെയും മുന്നിൽ വെച്ചൊക്കെ ഷൗട്ട് ചെയ്തായിരിക്കും, ആ സമയത്ത് കുട്ടി ചെറുതായിട്ടൊന്ന് കരഞ്ഞു, അത് മറന്നു. ഫ്യൂച്ചറിൽ പലപ്പോഴും ആൻസൈറ്റി വരുമ്പോൾ റൂട്ട് കോസ് എവിടെ നിന്നാണെന്ന് കുട്ടിക്ക് പോലും റൂൾ ഔട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ചിലപ്പോൾ പല കാര്യങ്ങളും സബ് കോൺഷ്യസ്ലി അത് സ്റ്റോർഡ് ആയിരിക്കും. സോ ഒരിക്കലും നമ്മൾ അവരോട് ഷൗട്ട് ചെയ്തോ അവരെ അടിച്ചോ ഒന്നുമല്ല ഒരു കാര്യം നമ്മൾ അവരെ കൺഫ്രണ്ട് ചെയ്യേണ്ടത്. വളരെ കാമായിട്ട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. അത് ലോങ് ടേമിലേക്ക് വളരെയധികം വലിയൊരു ചേഞ്ചാണ് ഉണ്ടാക്കുക. അല്ലാതെ ഷൗട്ട് ചെയ്യുക അടിക്കുക എന്നൊക്കെ പറയുന്നത് അപ്പോഴത്തേക്ക് മാത്രം ഒരു കൺട്രോൾ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. സോ നെക്സ്റ്റ് 9th പോയിന്റ്,
ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എക്സ്പെക്ടേഷൻസ് ആണ്. ഏജ് അപ്രോപ്രിയേറ്റ് എക്സ്പെക്ടേഷൻസ്, അതായത് ഒരു 5 വയസ്സുകാരനോട് ഒരു അഡൾട്ട് മെച്യൂരിറ്റി നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യരുത്. അതായത് അതാത് വയസ്സിലുള്ള കുട്ടികളിൽ നിന്ന് നമ്മൾ അവരിൽ നിന്ന്, അവരുടെ പ്രായത്തിൽ നിന്നുള്ളത് മാത്രമേ നമ്മൾ എക്സ്പെക്ട് ചെയ്യാവൂ. അല്ലാതെ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്ടേഷൻസ് വെച്ചിട്ട് അവരെ വളർത്തി കഴിഞ്ഞാൽ അത് രണ്ടു കൂട്ടർക്കും ഫ്രസ്ട്രേഷനാണ് ഉണ്ടാക്കുന്നത്. അതായത് കുട്ടികൾക്കും ഒരു ഫ്രസ്ട്രേഷൻ ആണ്, പാരന്റ്സിനും അത് ഫ്രസ്ട്രേഷൻ ആണ്. സോ ആ ഒരു എന്താ പറയാ, ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അവർക്ക് കൊടുക്കാവൂ, അത് മാത്രമേ അവരിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാവൂ. ഓക്കെ, ലാസ്റ്റ് പോയിന്റ് ആണ് എൻകറേജ് ഇൻഡിപെൻഡൻസ്. അതായത് ചെറിയ കാര്യങ്ങളൊക്കെ അവരെ സ്വന്തമായിട്ട് ചെയ്യാനായിട്ട് അനുവദിക്കാം. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ, അതായത് എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ ചെറിയ ടാസ്ക് കൊടുക്കുക. കിച്ചണിലൊക്കെ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ കൂടെ നിൽക്കാനോ, ചെറുതായിട്ടൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനോ, ഒന്ന് എടുത്തിട്ട് വരാനോ, അല്ലെങ്കിൽ സ്വന്തമായിട്ടൊക്കെ കാര്യങ്ങൾ ചെറുതായിട്ടൊക്കെ കുഞ്ഞു കുഞ്ഞു റെസ്പോൺസിബിലിറ്റി ആയിട്ട് ടാസ്ക് കൊടുത്തിട്ട് തന്നെ ചെയ്യിപ്പിക്കുക. അതുപോലെ തന്നെ എന്താ പറയാ, ഒന്നും ചെയ്യിപ്പിക്കാതെ വളർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരിങ്ങനെ ഒരു എന്താ പറയുക, സുഖലോല ജീവിതത്തിലേക്ക് അവരിങ്ങനെ പോയി ഫ്യൂച്ചറിൽ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഷെല്ലുണ്ടല്ലോ, ഒരു കംഫർട്ട് സോൺ, ആ ഷെല്ലിനകത്തേക്കായി പോകും. അപ്പം എല്ലാം ചെറുപ്പത്തിലേ ചെയ്ത് പഠിപ്പിച്ചാലേ ഫ്യൂച്ചറിൽ അവർക്ക് ചെയ്യുമ്പം വലിയ ബുദ്ധിമുട്ട് തോന്നില്ല. കാരണം ചെറുപ്പത്തിൽ ചെയ്യുന്ന കാര്യമാണല്ലോ. അപ്പം അങ്ങനെ ഒരു കാര്യം, എൻകറേജ് ഇൻഡിപെൻഡൻസ്. ഓക്കെ, നമ്മൾ ഓവറായിട്ട് പ്രൊട്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫ്യൂച്ചറിൽ വീക്ക് ആയിട്ടുള്ള ഒരു ഡിസിഷൻ മേക്കിങ്ങിലേക്ക് പോകും. ഇതാണ് നമ്മുടെ ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. എന്താ പറയാ, നമ്മൾ എപ്പോഴും ഒരു ഭയങ്കര നൈസ് പാരന്റ് ആകുക എന്നുള്ളതല്ല നമ്മുടെ ഗോൾ. ഭയങ്കര നൈസ് പാരന്റ് എന്നൊരു ടേം ഇല്ല. ഓക്കെ, പെർഫെക്റ്റ് പാരന്റിങ് എന്ന് പറഞ്ഞൊരു സാധനമേ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ഇംബാലൻസ് എന്തായാലും ഉണ്ടാവും. പെർഫെക്റ്റ് പാർട്ട്ണറോ, പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കുടുംബജീവിതമോ, പെർഫെക്റ്റ് പാരന്റിങ്ങോ ഒന്നും തന്നെ ഇല്ല. കുറെയൊക്കെ നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങും അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിക്കേഷനും ഒക്കെയാണ് ആ ഒരു പ്രോസസ്സ് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഒരുപാട് നല്ലതാകാൻ ആയിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ അത് ഒരുപാട് പെർമിസീവ് പാരന്റിങ്ങിലേക്ക് പോകും. ഒരുപാട് സ്ട്രിക്റ്റ് ആയി കഴിഞ്ഞാൽ അത് അതോറിറ്റേറിയനിലേക്കും പോകും. അപ്പം ഒരു ബാലൻസ്ഡ്, കൺസിസ്റ്റന്റ്, ഇമോഷണലി അവൈലബിൾ ആയിട്ടുള്ള ഒരു പാരന്റ് ആണ് എപ്പോഴും ലോങ് ടേമിൽ വർക്ക് ആകുന്നത്. ഇതാണ് നമ്മുടെ കൺക്ലൂഷനിലേക്ക് ഞാൻ പോവാണ്. ഓക്കെ, എന്താ പറയാ, നമ്മൾ കൂടുതലും അവർക്കൊരു അവയർനെസ്, എന്താ പറയാ, പെർഫെക്ഷന്റെ പുറകെ പോവുക ചെയ്തു. പെർഫെക്ഷന്റെ പുറകെ പോകുന്നേക്കാളും നല്ലത് എപ്പോഴും നമ്മുടെ ഒരു അവയർനെസ് ആണ് ഇമ്പോർട്ടന്റ്. കുട്ടി എന്താണ്, അവർക്ക് എന്താണ് ആവശ്യം, അവരുടെ മനസ്സെന്താണ്, അവരെന്താണ് ആഗ്രഹിക്കുന്നത്, പൊതുവെയുള്ള കാര്യങ്ങൾ, ആ ഒരു അവയർനെസ് നന്നായിട്ടുണ്ടാകും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ സെഷൻസ് ഒക്കെ നമ്മൾ എടുക്കുന്നത്. നമുക്ക് ഇങ്ങനത്തെ ഒരു വെബിനാർ സെഷനൊക്കെ നമ്മൾ വെക്കുന്നത് എന്താ പറയാ, ആ ഒരു അവയർനെസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. സോ നമ്മളൊരു പെർഫെക്ഷനേക്കാളും നമ്മൾ വെക്കേണ്ടത് ഒരു അവയർനെസ് ആണ്. അതുപോലെ തന്നെ ഇമോഷണൽ അവൈലബിലിറ്റി, അതാണ് വളരെ ഇമ്പോർട്ടന്റ് സംഭവം. സ്ട്രിക്ട്നെസ്, ഫ്രീഡം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കാളും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് ഇമോഷണൽ അവൈലബിലിറ്റി ആണ്. ഒരു കുട്ടിക്ക് എപ്പോഴൊക്കെയാണോ പാരന്റിന്റെ ആവശ്യമുള്ളത് ആ സമയത്തൊക്കെ ആ കുട്ടിക്ക് ഇമോഷണലി അവൈലബിൾ ആകുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. സോ ഇമോഷണൽ അവൈലബിലിറ്റി ഈസ് മോർ ഇമ്പോർട്ടന്റ് ദാൻ സ്ട്രിക്ട്നെസ് അല്ലെങ്കിൽ ഫ്രീഡം. പിന്നെ എന്താ പറയാ, ഒരു എക്സ്പ്ലനേഷൻ വെച്ചിട്ട് നമ്മൾ ബൗണ്ടറി സെറ്റ് ചെയ്ത് കൊടുക്കുക. ഒരു ബൗണ്ടറി നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ കുട്ടിക്ക് കൊടുക്കുക. ചുമ്മാ എല്ലാ കാര്യത്തിലും സ്ട്രിക്റ്റ് ആവുകയല്ല. അതുപോലെ തന്നെ നമ്മുടെ അതോറിറ്റി കളയാതെ തന്നെ അവർക്ക് സ്നേഹം കൊടുക്കുക. ഒരു അച്ഛൻ, അമ്മ എന്നുള്ളൊരു അതോറിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ അവർക്കായിട്ടുള്ള ഒരു ബൗണ്ടറി അല്ലെങ്കിൽ ഒരു സ്നേഹം, ആ ഒരു റെസ്പോൺസീവ്നെസ് മെയിൻറ്റെയിൻ ചെയ്യാം. നമ്മുടെ കൺട്രോള് വിടാതെ, അല്ലെങ്കിൽ നമ്മൾ ഷൗട്ട് ചെയ്യാതെ, അല്ലെങ്കിൽ നമ്മുടെ ഒരു കാം ആയിട്ടുള്ള ഒരു ബിഹേവിയർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ അവരെ ലിസൺ ചെയ്യാം. സോ ഇത്രയാണ് എനിക്ക് ഈ ഒരു ടോപ്പിക്കിൽ ഞാൻ എന്താ പറയാ മേക്ക് ചെയ്ത കുറച്ച് നോട്ട്സ്, പോയിന്റ്സ്, കീ ടേംസ്, ടെർമിനോളജീസ് ഒക്കെ. അപ്പം ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. അപ്പം നിങ്ങൾക്ക് സെഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? ഓക്കെ ആണോ? മനസ്സിലായോ? ഫീഡ്ബാക്ക് പ്ലീസ്. മാം, ഫസ്റ്റും 7th 8th പോയിന്റ്സ് ഒന്ന് പറയാവോ? നോട്ട് ചെയ്യാൻ വിട്ടുപോയി. ഏതൊക്കെയായിരുന്നു മാം? ഫസ്റ്റ് 7 8. ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസിസ്റ്റന്റ് റൂൾസ്. ഓക്കെ. 7th പോയിന്റ് അവോയ്ഡ് ഓവർ ഇന്റലിജൻസ്. ഇന്റലിജൻസ്. ഇന്റലിജൻസ് അല്ല, ഇന്റലിജൻസ്. INDUL. ഇന്റലിജൻസ്, GNC. 8ാമത്തത് കാം ഡിസിപ്ലിൻ. ഓക്കെ, താങ്ക് യു. ഓക്കെ മാം.
താങ്ക് യു മമത മാം. നല്ല സെഷനായിരുന്നു. അപ്പോൾ നമുക്കറിയാം പാരന്റിങ് എന്ന് പറയുന്നത് അത്യാവശ്യമായിട്ട് അത് എങ്ങനെയെങ്കിലും പാരന്റിങ് അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും കുട്ടികളെ വളർത്തിക്കൊണ്ട് വരിക എന്നുള്ളതല്ല, നല്ലൊരു പാരന്റ് ആവണം എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സാധാരണ ഇപ്പോൾ ചെറിയ പ്രായത്തിൽ നമ്മളതൊന്നും ചിലപ്പോൾ മനസ്സിലാക്കുന്നുണ്ടാവില്ല. ഈ ഇമ്പാക്റ്റുകളൊക്കെ പറഞ്ഞ സമയത്ത് കുട്ടികളിൽ വരുന്ന വൂൺസ് ഒക്കെ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് പലപ്പോഴും അവർ വലുതായതിനു ശേഷം ഓരോ കേസുകളൊക്കെ നമ്മൾ എടുത്തു നോക്കുമ്പോഴും ഈ ഒരു ഇന്നർ ചൈൽഡ് വരുന്ന പറഞ്ഞ വൂൺസ്, അതുപോലെ അവരുടെ ബിഹേവിയറൽ ചേഞ്ചസ് ഒക്കെ ഈ ഒരു അവര് ചെറുപ്പത്തിൽ കിട്ടുന്ന കുറെ കാര്യങ്ങളിൽ നിന്ന് ഉണ്ടാവുന്നതായിട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട്. അപ്പൊ അതൊക്കെ നല്ല രീതിക്ക് തന്നെ പ്രസന്റ് ചെയ്തു. താങ്ക് യു. താങ്ക് യു സോ മച്ച്. അറിയിക്കാനുണ്ടെങ്കിൽ പറയാ. നിങ്ങൾക്ക് എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ അതും കൂടി ചെയ്യാം. ഹലോ, ഫീഡ്ബാക്ക് അറിയിക്കാനുള്ളവരൊന്ന് മൈക്ക് ഒന്ന് ഓൺ ആക്കുക. നല്ല സെഷനായിരുന്നു. കൃത്യമായിട്ട് പോയിന്റ്സ് ഒക്കെ കൃത്യമായിട്ട് തന്നെ വിശദമായിട്ട് കിട്ടി. നന്നായിരുന്നു. നല്ല പ്രസന്റേഷൻ ഒക്കെ. താങ്ക് യു മാം. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ആവാം. ഞാൻ കുറച്ച് താമസിച്ചാണ് കയറിയതെങ്കിലും കയറിയതിന് ശേഷമുള്ള എല്ലാ പോയിന്റ്സും തന്നെ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ച് നന്നായിട്ട് ഗ്രഹിക്കാൻ പറ്റുന്ന ക്ലാസ് ആയിരുന്നു. താങ്ക് യു മാം. ഇനി ആർക്കെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലെ. ഇനി ആർക്കെങ്കിലും ഫീഡ്ബാക്ക് അറിയിക്കാനുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ അത് അറിയിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ് എടുക്കാൻ വരുന്ന നമ്മുടെ ട്രെയിനേഴ്സ് ഒക്കെ നമുക്ക് വേണ്ടിയിട്ട് കുറെ അവയർനെസ് സെഷനുകളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അവരെല്ലാവരും സപ്പോർട്ട് ചെയ്യാം, ഫീഡ്ബാക്കുകൾ അറിയിക്കാം. അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും പാരൻസിലേക്ക് ഇത്തരത്തിലുള്ള എല്ലാ ക്ലാസ്സുകളും ഷെയർ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഒരു പല തവണകളായിട്ട് കേൾക്കുന്ന കുറെ തവണ കേട്ട കുറെ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒരു പോയിന്റെങ്കിലും നമുക്ക് ചിലപ്പോ അതിൽ നിന്ന് ഫോളോ ചെയ്യാൻ കഴിഞ്ഞെന്ന് വരും അല്ലെ. അപ്പൊ അത് പരമാവധി പാരൻസിലേക്ക് എത്തിച്ച് കൊടുക്കുക. ജോയിൻ ചെയ്ത എല്ലാവർക്കും താങ്ക് യു. അതുപോലെ തന്നെ മമത മാം ഞാൻ നേരത്തെ പറഞ്ഞു, സ്പെഷ്യൽ താങ്ക്സ് അറിയിക്കുന്നു. നല്ല പ്രസന്റേഷൻ ആയിരുന്നു. താങ്ക് യു. താങ്ക് യു മാം.